എന്നെ സംബന്ധിച്ചിടത്തോളം കുറെ ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഒന്നുമില്ല. പിന്നെ കുറെ വർഷമായിട്ട് എന്താ പറയാ പല കാര്യങ്ങളും ചെയ്ത് ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുപോയ ഒരാളല്ല. ഇപ്പോ ഈ ആകെ ഈ ബിസിനസ്സിൽ വന്നിട്ട് 5 വർഷം പൂർത്തിയായിട്ടേ ഉള്ളൂ. 21ാമത്തെ വയസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ബിസിനസ്. ഇപ്പൊ 26 വയസ്സായി നിൽക്കുന്നു. നേരെ ഞാൻ സീരിയസ് ആയിട്ട് ചെയ്ത ഒരു ബിസിനസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ജോലി എന്ന് പറയുന്നത് മൈ ലൈഫ് സ്റ്റൈലാണ്. ഇതല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പല ആൾക്കാരത്രയും ജീവിത പരിചയമില്ല. പക്ഷെ ഇവിടെ ഉള്ള പുതിയൊരു ഡിസ്ട്രിബ്യൂട്ടറിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി ക്ഷണിച്ചത് മറ്റൊന്നും കൊണ്ടല്ല. അതിനുള്ള ഒരു അർഹത എന്ന് പറയുന്നത് ഈ ബിസിനസ് കുറച്ചധികം കാലമായിട്ട് ഇവിടെ ഇരിക്കുന്ന പുതിയ ആൾക്കാരെക്കാൾ കുറച്ചധികം കാലമായിട്ട് ചെയ്യുന്നു. കുറച്ച് നിങ്ങളെക്കാൾ കുറച്ച് മുന്നിലുള്ള റാങ്കിലാണ്. എല്ലാവരും അല്ല, പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെത്. ഇപ്പൊ ഒരു ബ്രാൻഡ് ന്യൂ നാഷണൽ ടീം കോർഡിനേറ്റർ ആണ്. അതേപോലെ തന്നെ കുറച്ചധികം വരുമാനം അക്കൗണ്ടിലേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് കാര്യം സംസാരിക്കാനുള്ള അവസരം കിട്ടിയത്. അപ്പോ ഞാൻ ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിക്കാം. ഇപ്പൊ നിരവധി ആൾക്കാരുടെ ട്രെയിനിങ്ങുകൾ ഓരോ ദിവസങ്ങളിലായിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. അതിൽ പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഓരോ ദിവസവും വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ ചിലപ്പോ പറയുന്ന കാര്യങ്ങൾ ഏറെക്കുറെ ഒരുപോലെ തന്നെ ആയിരിക്കും. കാരണം എല്ലാവരും ഈ ഒരേ ബിസിനസ് ആണല്ലോ ചെയ്യുന്നത്, ഒരേ പ്ലാനാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മിക്കവാറും ആൾക്കാർക്കൊക്കെ ഈ ബിസിനസ് ഇഷ്ടപ്പെടാനുള്ള കാരണവും ഏറെക്കുറെ ഒരേപോലുള്ള കുറെ കാര്യങ്ങളായിരിക്കും. അപ്പൊ അതില് ഓരോരുത്തരുടെയും സാഹചര്യം വ്യത്യസ്തമാണ്. അത് കേൾക്കുമ്പോഴായിരിക്കും നമുക്ക് നമ്മുടെ സാഹചര്യവുമായിട്ട് കണക്ട് ചെയ്യാനും അതിനനുസരിച്ച് പുതിയ അത്തരത്തിലുള്ള ആൾക്കാരെ കണ്ടെത്താനും നമ്മൾ സീരിയസ് ആയി ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടാവുക. ഇപ്പൊ പണ്ട് ഈ ബിസിനസ് തുടങ്ങിയ സമയത്തൊക്കെ GTSന് പോകും, പലപ്പോഴും പല സംശയങ്ങളും ആയിരിക്കും. ഇത് പോകുമ്പോൾ ആൾക്കാർ കൂടെ വരുമോ, ഞാൻ ആർക്കാണ് ഇനി ബിസിനസ് പറഞ്ഞു കൊടുക്കേണ്ടത്, പറഞ്ഞു കൊടുത്താൽ അവര് ചെയ്യുമോ എന്നൊക്കെയുള്ള സംശയത്തോടു കൂടി നിൽക്കുന്ന സമയത്ത് ഒരു GTSന് പങ്കെടുക്കുമ്പോഴായിരിക്കും ചിലപ്പോ ഒരു ഓട്ടോ ഡ്രൈവർ വന്നിട്ട് സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ ആയി എന്ന് പറയുമ്പോൾ, യെസ്, എന്റെ നാട്ടിലും ഒരു ഓട്ടോ ഡ്രൈവർ ഉണ്ട്, എന്നാ പിന്നെ അയാളെ പോയിട്ട് കാണാം എന്നുള്ള ഒരു ചിന്ത വരാം. ചിലപ്പോ വേറെ ഒരു ഉസ്താദായിരിക്കും മുന്നിൽ ഉണ്ടാവുക. ഉസ്താദ് എന്നാ പിന്നെ എന്റെ നാട്ടിലെ പള്ളിയിലുള്ള ഉസ്താദിനൊന്ന് കാണാം. ഇനി അല്ലെങ്കിൽ ഒരു വീട്ടമ്മ, അപ്പൊ എന്നാ പിന്നെ എനിക്കറിയുന്ന എന്റെ കുറെ കസിൻസ് ഒക്കെ ഉണ്ടല്ലോ, അവരെ കാണാം. ഇങ്ങനെ നമുക്ക് ആശയങ്ങൾ കിട്ടുക മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും. അതുപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ പോലെയുള്ള കുറച്ച് ആൾക്കാരെ ഇനി പരിചയപ്പെടുത്തി കൊടുക്കാം എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഗുണങ്ങൾ രാവിലെ 6 മണിക്ക് വന്നിട്ട് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കാം. പേര് പരിചയപ്പെടുത്തിയല്ലോ, അജ്നാസ് ആണ്. സ്ഥലം കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിനടുത്ത്, മട്ടന്നൂർ എയർപോർട്ടിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ അടുത്ത് ശിവപുരം എന്ന് പറയും. ഈ ഒരു വലിയ ടൗണൊന്നും അല്ല, ഗ്രാമമാണ്. ഓക്കെ, ഇവിടുന്നാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് 5 വർഷങ്ങൾക്ക് മുന്നേ ആണ്. ഇത് ചെയ്യുന്നതിന് മുന്നേ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, അടുത്തൊരു കോഴ്സിന് വേണ്ടി പോകാൻ നിൽക്കായിരുന്നു. ഇത് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതാണ് പറയാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഈ ഒരു ബിസിനസ്സിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് അത് ഒരു ദിവസത്തെ തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഈ ബിസിനസ് സീരിയസ് ആയി ചെയ്തത് ഒരിക്കലും ഒരു ദിവസത്തെ തീരുമാനം കൊണ്ടല്ല. ചെറുപ്പം മുതലേ വലിയ പൈസക്കാരനാവാൻ നല്ല ആഗ്രഹം ഉണ്ടായി. ഇവിടെ മിക്കവാറും ആൾക്കാർക്കൊക്കെ ഉണ്ടാവും അല്ലെ, വലിയ പൈസക്കാരനാവണം, എന്നിട്ട് കുറെ വണ്ടിയെല്ലാം വേണം, വലിയ വീട് വേണം, എന്നിട്ട് അടിപൊളി സെറ്റപ്പ് ആയിരിക്കണം. സാധാരണ എല്ലാവർക്കും ഉണ്ടാവുന്ന ആഗ്രഹമാണ്. എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു, ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അപ്പോ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കാറുണ്ട് എന്താ അതിന്റെ ഒരു ഉദാഹരണം എന്ന് പറയുകയാണെങ്കിൽ, ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ ടൗണിലേക്ക് പോകുന്നതായിരിക്കും, ഉമ്മാന്റെ കൂടെ പോകുമ്പോൾ വലിയ വീട് കണ്ടാൽ ഞാൻ പറയും, ഈ വീട് ഞാൻ പിടിച്ച്, ഇതെന്റെ വീടാണ്. ഓക്കെ, ഇവിടെ പല ജില്ലക്കാരുണ്ട്, ഞാൻ പറയുന്ന ഭാഷയിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം. പക്ഷെ ഇപ്പൊ കേരളത്തിൽ എല്ലാവരുടെയും ടീമായതുകൊണ്ട് പറഞ്ഞ് മലയാളാവാറുണ്ട്. എന്തേലും മനസ്സിലാവാത്തതുണ്ട് ചോദിക്കണം കേട്ടോ. അപ്പോ അങ്ങനെ പറയാം, ഈ വീട് ഞാൻ പിടിച്ചു, ഇതെന്റെ വീടാണേ. അത് കഴിഞ്ഞ് അതിനേക്കാൾ വലിയ വീട് കാണുമ്പോ അത് വേണ്ട അത് വേറെ ആരും കൊടുത്തോട്ടെ, എനിക്ക് ഈ വീട് മതി. അങ്ങനെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പുറത്ത് കാണുന്ന കാര്യമാണ്. വലിയ വണ്ടി കണ്ടാ പറയും, ഈ വണ്ടി എന്റെ വണ്ടി, ബാക്കി വേറെ ആരുടെയും വണ്ടി. വലിയ കൊമ്പുള്ള ബസ് ഉണ്ടാവില്ലേ, മുമ്പിൽ ഇങ്ങനെ വലിയ കൊമ്പുള്ള ബസ്, ആ കൊമ്പുള്ള ബസ് കാണുമ്പോ പിന്നെ കൊമ്പുള്ള ബസ് എന്റെ ബസ്. ചെറുപ്പത്തില് LP സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴുള്ള, LP UP പഠിക്കുമ്പോഴുള്ള സാധനമാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നു കരുതുന്നു. ഓക്കെ, അല്ലെങ്കിൽ എന്തായാലും നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടിയൊക്കെ ഉണ്ടാവും. ഇങ്ങനെയുള്ള ഒരു ചിന്തയായിരിക്കും എല്ലാവരും വലിയ പൈസക്കാരനാവും. അപ്പൊ ഈ ഒരു ചിന്ത സ്വാഭാവികമായിട്ടും മിക്കവാറും എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നാട്ടിനെയും ഇവിടുത്തെ സിസ്റ്റവും ഇവിടെയുള്ള ജോലികളും
വരുമാനവും, അതേപോലെ ഇത്തരത്തിലുള്ള വണ്ടി എടുത്തവരുടെ അവസ്ഥയും, ഇത്തരത്തിലുള്ള വീടുകൾ എടുക്കുന്നവരുടെ വരുമാനമൊക്കെ കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. തൽക്കാലത്തേക്ക് അത്ര വലിയ വീടൊന്നും വേണ്ട, ചെറിയ വീട് മതി. അല്ലെ, മെല്ലെ മാറാൻ തുടങ്ങും, നമ്മുടെ ആഗ്രഹങ്ങൾ ചുരുങ്ങാൻ തുടങ്ങും. നമ്മുടെ വരുമാനത്തിനനുസരിച്ചിട്ട് ആഗ്രഹങ്ങളെ ചുരുക്കി കളയും. ഇതാണ് എല്ലാവരും സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യം, എല്ലാവരും നടക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. നെഗറ്റീവോ പ്രശ്നം എന്നല്ല ഞാൻ പറയുന്നത്, ഒരു യാഥാർത്ഥ്യമാണ്. ഇതൊന്നും ഒരു നടക്ക് പോകുന്ന കാര്യമല്ല, ഇതൊന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല എന്നുള്ള ചിന്ത ഒരു ജോലിയൊക്കെ ആകുമ്പോൾ വരും. പിന്നെ നമ്മൾ മലയാളികളാണല്ലോ, അങ്ങനെ നമ്മൾ തോറ്റു കൊടുക്കൂല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഡയലോഗ് മാറ്റും, എന്തിനാ വലിയ വീട്, 6 അടി മണ്ണിൽ പോണ്ടല്ലേ, അപ്പൊ പിന്നെ വീട് വേണ്ട, പ്രശ്നം കഴിഞ്ഞു. പിന്നെ വണ്ടിന്റെ പറയുമ്പോ, ഇത്ര വലിയ വണ്ടി എന്തിനാ, എന്തായാലും 4 ആക്കേ പോകാൻ പറ്റും, 4 ആക്ക് പോകാൻ എന്തിനാ ഇത്രയും പൈസന്റെ വണ്ടി. പിന്നെ മാറി, ആദ്യം ആ വണ്ടി വേണമെന്ന് ആഗ്രഹിച്ച ആളായിരിക്കും, പക്ഷെ വലിയ വരുമാനം ഇല്ലാതാവുമ്പോ നമ്മൾ മെല്ലെ നമ്മുടെ അവസ്ഥയെ ന്യായീകരിക്കും. സത്യം പറഞ്ഞ ഒന്ന് ചിന്തിച്ചപ്പോ എനിക്ക് തന്നെ ചിരി വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ചെറിയ വണ്ടി മതിയല്ലോ, ഇതിലും 4 പേർക്കേ പോകാൻ പറ്റൂ, വലിയ കാറൊക്കെ എന്തിനാന്ന് ചോദിക്കുന്ന ആൾക്കാര് പറയാതെ പറയുന്ന കാര്യം എന്താ, ബെൻസ് കാർ വാങ്ങിയവൻ പൊട്ടൻ, എന്നിട്ട് നമ്മൾ ഭയങ്കര ബുദ്ധിമാൻ. വലിയ വീടെടുത്ത ആള് പൊട്ടൻ, നമ്മൾ ബുദ്ധിമാൻ എന്നാണ് സാധാരണയായിട്ട് എല്ലാവരും പറയുന്നൊരു കാര്യം. വലിയ വീടെടുക്കുമ്പോൾ ഒരു മെയിൻ ഡയലോഗ് ഉണ്ട്, നമ്മുടെ നാട്ടിൽ എല്ലാവരും പറയുന്ന ഒരു മെയിൻ ഡയലോഗാണ്, ഇത്രയും വലിയ വീട് എടുത്ത് കഴിഞ്ഞാൽ, എന്റെ വീട്ടിൽ നിന്ന് തന്നെ പറയുന്നത്, ഞാൻ ഇപ്പൊ വീട്ടിലുള്ളത് അധികം സൗണ്ടിൽ പറയാൻ പറ്റില്ല, ഉമ്മയൊക്കെ പറയുന്നത്, വലിയ വീടെടുത്തിട്ട് ഇതാരാ അടിച്ചു വാരുക, ഇതാരാ തുടക്കുക, അതിലൊരു പണിയല്ലേ. സാധാരണ ലേഡീസ് ഒക്കെ പറയുന്നൊരു കാര്യമാണ്. പക്ഷെ ഞാൻ ഉമ്മാനോട് പറഞ്ഞ, ഇത്രയും വലിയ വീട് ഞാൻ എടുക്കുകയാണെങ്കിൽ പിന്നെ ഉമ്മാനെ കൊണ്ട് ഞാൻ തുടപ്പിക്കുവോ, അതിനൊരാളെ പണിക്ക് വെക്കൂലേ, എന്നിട്ട് അവര് തുറക്കുമല്ലോ, പൈസ കൊടുക്കാൻ നമുക്ക്. അപ്പോ നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് നമുക്ക് പറ്റാത്തോണ്ട് ന്യായീകരിക്കുന്നതാണ്, അല്ലാണ്ട് നമുക്ക് വേണ്ടാത്തോണ്ടല്ല. അപ്പൊ ഇങ്ങനെയുള്ള, എനിക്ക് നല്ല ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, വലിയ വീട് വേണം, സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള വീട് വേണം, അങ്ങനെ രാവിലെ എന്നിട്ട് കുളിക്കാൻ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട നല്ലതല്ല. പിന്നെ കുറെ വണ്ടികൾ വേണം, ഈ യാത്ര നല്ല സുഹൃത്ത് ചെയ്യണം, എല്ലാവർക്കും വീട്ടുകാർക്കും അതുപോലെ തന്നെ മറ്റു എന്റെ ഫാമിലിക്കൊക്കെ ഏറ്റവും നല്ല ചികിത്സ കൊടുക്കാൻ പറ്റണം. പിന്നെ അതേപോലെ തന്നെ നാട്ടില് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ ലോകം മുഴുവൻ യാത്ര ചെയ്യണം, എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ലോകം മുഴുവൻ യാത്ര ചെയ്യണം എല്ലാവരും. ഇൻഷാ അല്ലാഹ് ദൈവായുസ്സും ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്, ലോകം മുഴുവൻ കാണണം. അത് ഏറ്റവും വലിയൊരു സ്വപ്നമാണ്. അപ്പൊ ഇത് വേണം. പിന്നെ അതുപോലെ തന്നെ നാട്ടില് കുറച്ച് കാര്യം, ഇപ്പൊ എനിക്ക് ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ്. നാട്ടില് ഒരു ഫുട്ബോൾ അക്കാദമി, നാട്ടിൽ അതിന് മാത്രമുള്ള ഗ്രൗണ്ടൊന്നുമില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ നാട്ടിലൊരു അക്കാദമി തുടങ്ങണം. വരുന്ന തലമുറയിലുള്ള കുട്ടികൾക്കെങ്കിലും നല്ല ഗ്രൗണ്ടും നല്ല കോച്ചും നല്ല ട്രെയിനിങ്ങും കൊടുത്തുകൊണ്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ക്ലബ്ബ് തുടങ്ങണം. വലിയ പൈസന്റെ ചെലവുള്ള എന്റെ ഒരു വലിയ മെഗാ പ്രൊജക്റ്റാണ്, അത് വേണം. ഇതൊക്കെ എനിക്ക് പണ്ട് മുതലേ ആഗ്രഹമുണ്ട്. അപ്പോ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള പണിയെടുക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ചെറുപ്പം മുതലേ വലിയ വലിയ ആഗ്രഹമാണ്, ഒന്നിനൊരു കുറവുമില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും, എല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ ഒരു പരിധി കഴിയുമ്പോൾ മാറുന്നതാണല്ലോ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പരിധി കഴിയുമ്പോൾ കൂടിക്കൂടി വരികയാണ്, കുറഞ്ഞു വരുന്നില്ല, കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ നന്നായിട്ട് വർദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ സ്കൂളിൽ നിന്നൊക്കെ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, എല്ലായിടത്തെയും ടീച്ചേഴ്സ് ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ്, മക്കളെ നന്നായിട്ട് പഠിച്ചിട്ട് നല്ല മാർക്ക് വാങ്ങിയാൽ നല്ല ജോലി കിട്ടും, നല്ല ജോലി കിട്ടിയാൽ നല്ല ശമ്പളം കിട്ടും, നല്ല ശമ്പളം കിട്ടിയാൽ നിങ്ങളെല്ലാവരും രക്ഷപ്പെടും, പിന്നെ ജീവിതത്തിൽ വേറെ ഒന്നും വേണ്ട. ഇങ്ങനെയാണ് എല്ലാവരും സാധാരണയായിട്ട് പറയാം. അത് ഞാനും വിശ്വസിച്ചു, അത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല, അത് വിശ്വസിച്ചു. അത്യാവശ്യം എന്നെ കൊണ്ടാവുന്ന രീതിയിൽ നന്നായിട്ട് പഠിച്ചു. 10ാം ക്ലാസ് എന്നൊക്കെ പറയുന്ന ഡയലോഗ് ഉണ്ട്, അല്ലെ, SSLC ആണ് നിങ്ങളുടെ ജീവിത വിജയത്തിന്റെ അടിസ്ഥാനം, ജീവിത വിജയത്തിന്റെ അടിസ്ഥാനം അല്ലെ, അടിത്തറ SSLC ആണ്. അപ്പോ ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ പഠിച്ചു, പിന്നെ നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ പഠിച്ച ചോദ്യങ്ങൾ കൃത്യമായിട്ട് എക്സാമിന് വന്നതുകൊണ്ട് തന്നെ 2013 SSLCയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ഓട് കൂടി 10ാം ക്ലാസ് പാസ്സായി. എനിക്ക് നന്നായി പഠിച്ചാൽ മാത്രമേ നല്ല ജോലി കിട്ടൂ, എന്നാലേ നല്ല പൈസക്കാരനാകാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിച്ചു. അൽഹംദുലില്ലാഹ് അങ്ങനെ പാസ്സാകാൻ വേണ്ടി പറ്റി. കുറെ അംഗീകാരങ്ങളൊക്കെ കിട്ടി. പിന്നെ മനസ്സിലായ ഒരു കാര്യമാണ്, 10ാം ക്ലാസ്സിന്റെ മാർക്ക് ജീവിത വിജയത്തിന്റെ അടിസ്ഥാനമല്ല, +1 സീറ്റ് കിട്ടേണ്ടതിന്റെ അടിസ്ഥാനം മാത്രമാണെന്ന് പിന്നെ മനസ്സിലായി. കാരണം അതിനെ കൊണ്ട് പ്രത്യേകിച്ച് വേറെ കാര്യമൊന്നുമില്ല. ഇപ്പൊ 2 വർഷം മുന്നേ എന്റെ അനിയനും ഫുൾ A+ ആണ്. പക്ഷെ ഓനിക്ക് ഞാൻ ഈ ട്രെയിനിങ് എടുക്കുന്ന കേട്ട് ഓനിക്കറിയാം, ഈ ഫുൾ A+ കൊണ്ട് +1 അഡ്മിഷൻ മാത്രമേ കിട്ടൂ, വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. എനിക്ക് കുറച്ചും കൂടി ഗുണം ഉണ്ടായിരുന്നു.
കാരണം ഇപ്പോ ഫുൾ എ പ്ലസ് കുറെ ആയതുകൊണ്ട് തന്നെ നാട്ടിൽ അതിന് മാത്രം വലിയ പരിപാടികൾ കുറവാണ്. പക്ഷെ ഞാൻ പഠിക്കുന്ന സമയത്ത് എന്റെ സ്കൂളിലാകെ 4 പേരൊക്കെ ഉള്ളൂ. ഫുൾ അനുമോദനത്തോട് അനുമോദനായിരുന്നു. കുറെ പൈസ ഒക്കെ കിട്ടി കുറെ സ്ഥലത്ത് നിന്ന്. ഇപ്പൊ പിന്നെ അതും പോയി. ഇപ്പൊ 11 വർഷം കഴിഞ്ഞു. അപ്പൊ കുറെ അതൊക്കെ കുറഞ്ഞു. എന്തായാലും എനിക്ക് അങ്ങനെ കുറച്ച് ഗുണം കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആകെ ഉള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനെന്തെങ്കിലും ഫോട്ടോസ്റ്റാറ്റ് അങ്ങനെ എടുക്കാൻ പോകുമ്പോ അവിടെ ഫോട്ടോസ്റ്റാറ്റ് കടയിൽ ഏച്ചി നോക്കിയിട്ട് നമ്മളോട് ചോദിക്കും, ഇത് നിനക്ക് കിട്ടിയ എനിക്ക് കിട്ടിയ ഒരു സുഖം കിട്ടും. നല്ല മനസ്സിനൊരു സുഖമാണ്. ഇത് നമുക്ക് കിട്ടിയത് തന്നെയാണെന്ന് അറിയുമ്പോൾ ഉള്ളത്. പിന്നെ +1 ഞാൻ പ്ലാൻ ചെയ്ത് ആദ്യം ഡോക്ടർക്ക് ആവാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ ഡോക്ടർ ആവണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഡോക്ടർ ആയി കഴിഞ്ഞാൽ ഈ ചോരയെല്ലാം കാണണ്ടേ, ചോര കാണുമ്പോൾ പിന്നെ തലയെല്ലാം കറങ്ങിയിട്ട് ആകെ പ്രശ്നമാകുന്നതുകൊണ്ട് പിന്നെ ഇനി ഡോക്ടർ വേണ്ട, പിന്നെ എഞ്ചിനീയർ ആവാന്ന് വിചാരിച്ചു. പിന്നെ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ എന്റെ മൈൻഡിൽ പണ്ട് എഞ്ചിനീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടുണ്ടാക്കുക, റോഡ് ഉണ്ടാക്കുക, പാലുണ്ടാക്കുക, ഇതാണ് എഞ്ചിനീയർ. ഇനി ഞാനാക്കിയ പാലെങ്ങാനും പൊടിഞ്ഞു പോയിട്ട് പിന്നെ നാട്ടിൽ നിൽക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇനി എഞ്ചിനീയറും വേണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ CA ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാന്നുള്ളതായിരുന്നു പ്ലാൻ ചെയ്തത്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണം, അതാകുമ്പോൾ നല്ല ജോലിയാണ്, നല്ല ശമ്പളമുണ്ട്. അങ്ങനെ 10 കഴിഞ്ഞപ്പോൾ നേരെ കൊമേഴ്സ് ആണ് എടുത്തത്. സയൻസിനൊക്കെ ഒന്നും പോയില്ല, നേരെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണം എന്നുള്ളതിലേക്ക് പോയി. അതും അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചു. ദൈവാനുഗ്രഹം കൊണ്ട് ഏകദേശം 96% മാർക്കോട് കൂടി +2 കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. കാരണം പഠിക്കുന്ന സമയത്ത് ഇവിടെ ഏതെങ്കിലും കുട്ടികൾ ഇത് കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ പഠിപ്പ് കുറക്കരുത്, നന്നായിട്ട് പഠിക്കണം, നമ്പർ 1 ആവണം. നമ്പർ 2 ആരും നോക്കൂല, നമ്പർ 1 ആയിട്ട് മാത്രമേ പിന്നെ നമുക്ക് എന്തും ആരോടും പറയാൻ പറ്റൂ. അതുകൊണ്ട് എല്ലാവരും നമ്പർ 1 ആവുക. അപ്പോ അത് കഴിഞ്ഞു. ഇപ്പൊ ഞാൻ എൻ്റെ അനിയനോടും പറയുന്ന കാര്യം തന്നെയാണ്, നീ എന്ത് ജോലി വേണമെങ്കിലും ചെയ്തോ, നീ ബിസിനസ് വേണം ബിസിനസ് ചെയ്തോ, പക്ഷെ പഠിക്കുമ്പോൾ നമ്പർ 1 ആവുക, എന്നിട്ട് ബാക്കി പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ. അത് കഴിഞ്ഞ് നേരെ CAക്കാണ് പോയത്. +2 കഴിഞ്ഞു. നേരെ ഞാൻ ഗ്യാപ്പ് ഒന്നും എടുത്തില്ല. സോറി, ഒരു സാറെ കാണാൻ പറ്റുന്നുണ്ട്? ഞാൻ ഒരു കോൾ വന്നു. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞ് നേരെ CAക്ക് പോയി. അത് ഏകദേശം ഒരു 2 മാസത്തെ അതിന്റെ ഒരു എൻട്രൻസിന്റെ ഒരു ക്രാഷ് കോഴ്സ് ഉണ്ടായിരുന്നു, 1.5 മാസത്തെ ഒരു കോഴ്സ്. അതില് ഏകദേശം 135 പേരാണ് എഴുതിയത്. വളരെയധികം വിജയ സാധ്യത കുറഞ്ഞ ഒരു സംഭവമാണ് CA എന്ന് എല്ലാവർക്കും അറിയായിരിക്കും. അതില് 135-ൽ 22 പേര് പാസ്സായി. ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ എഴുതിയ ഉത്തരമെല്ലാം ശരിയായതുകൊണ്ട് ഞാനും ഒറ്റ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ CAന്റെ ഫസ്റ്റ് എൻട്രൻസ് എക്സാമും പാസ്സാവാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിൽ നിൽക്കാണ്. പക്ഷെ അന്ന് 17 വയസ്സേ ഉള്ളൂ. ഫുൾ ടൈം ഇരുന്ന് പഠിക്കണം, ഫുൾ ടൈം പഠിക്കണം. അങ്ങനെയാണ് CA. ഞാൻ ഇപ്പൊ ഇത്രയും പറയുന്ന കേട്ടിട്ട് മറ്റേ കണ്ണട ഇട്ടിട്ട് ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്നിട്ട് പഠിക്കുന്ന ഒരാളല്ല. സ്കൂളിൽ ഫുട്ബോൾ ടീമിലും പിന്നെ നാട്ടിലെ എല്ലാ ദിവസവും ഫുട്ബോൾ കളിയും ക്യാരം ബോർഡും ഇങ്ങനെയൊക്കെ ആയിട്ട് കളിച്ച് ചിരിച്ച് നടന്ന് ആ എക്സാമിന്റെ സമയത്തൊക്കെ പഠിച്ച് അങ്ങനെ പോകുന്ന ഒരാളാണ്. ബാക്ക് ബെഞ്ചിൽ അല്ലെങ്കിൽ അതിന്റെ മുന്നിൽ അത്ര അവിടെ ഇരിക്കുക, ഫ്രണ്ടിലൊന്നും ഇരിക്കാനേ പറ്റൂല. ഫുൾ ടൈം ഇരുന്ന് പഠിക്കാന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റില്ല. ഓടിച്ചാടി നടന്ന് അങ്ങനെ അങ്ങൊരു ഇതിന് പോവാണ്. ആ സമയത്ത് CA എന്ന് പറയുന്നത് ഫുൾ ടൈം ആയിട്ട് അത്രയും സ്ട്രെസ് എടുത്ത് പഠിക്കണം. ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് കഴിയട്ടെ, 17 വയസ്സല്ലേ ആയിട്ടുള്ളൂ, എന്തായാലും ഇത് കഴിഞ്ഞാൽ പിന്നെ ജോലിക്ക് പോകല്ലേ, കുറച്ചുകൂടി ഒരു ഡിഗ്രി കൂടി കഴിഞ്ഞിട്ടാവാം ഇനി CA പഠനം എന്ന് വിചാരിച്ചു. അത് അവിടുന്ന് ഡ്രോപ്പ് ചെയ്തു. പിന്നെ ഒരു കാര്യം തീരുമാനിച്ചു, കേരളത്തിൽ എന്തായാലും ഞാൻ പഠിക്കുന്നില്ല, ഏറ്റവും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കേരളത്തിന് പുറത്ത് തന്നെ പഠിക്കണം എന്നുള്ള തീരുമാനത്തിൽ അങ്ങനെ അലിഗഡ് യൂണിവേഴ്സിറ്റി ഉത്തർപ്രദേശിൽ അവിടെ അപ്ലൈ ചെയ്തു. അവിടെ പോയി എക്സാം എഴുതി, അതിൽ റിസൾട്ട് വന്നു, അവിടെ അഡ്മിഷൻ കിട്ടി. അതേ സമയത്ത് തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി, ഇന്ത്യയിലെ നമ്പർ 1 യൂണിവേഴ്സിറ്റിയാണ്, DU എന്ന് പറയും, അവിടെ അപ്ലൈ ചെയ്തു, അവിടെയും കിട്ടി. അപ്പൊ പിന്നെ തീരുമാനിച്ചു എന്തായാലും ഡൽഹി തന്നെ പഠിക്കാം. അങ്ങനെ 2015 മുതൽ 18 വരെ ഡൽഹിയിലായിരുന്നു. അവിടുന്ന് BCom കംപ്ലീറ്റ് ചെയ്തു. അവിടുന്ന് ഏകദേശം ഒരു ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് കുറച്ച് കാര്യങ്ങൾ നമുക്കൊരു പക്വത വരിക എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ ഒരു സംഭവം അപ്പോഴാണ്. ശരിക്ക് ഡിഗ്രീനെ പറ്റി പറയുന്ന ഒരു കാര്യം, ഡിഗ്രി ഈസ് നോയിങ് സംതിങ് അബൌട്ട് എവറിത്തിങ് ആൻഡ് എവറിത്തിങ് അബൌട്ട് സംതിങ് എന്നാണ് പറയാം. അതായത് നമ്മൾ പഠിക്കുന്ന വിഷയത്തെ പറ്റി നല്ല ധാരണയും പിന്നെ നാട്ടിലുള്ള മൊത്തം കാര്യങ്ങളെ പറ്റിയിട്ട് അത്യാവശ്യം കുറച്ച് ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഡിഗ്രി. അല്ലാണ്ട് കുറെ മാർക്ക് വാങ്ങുക, കുറെ എല്ലാ ദിവസവും ക്ലാസ്സിൽ പോയിട്ട് ഇങ്ങനെ മറ്റേ യൂണിഫോം ഇട്ടിരിക്കുക, അതല്ല. അതിലുപരി നാടിനെ മനസ്സിലാക്കുക, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കുക എന്നൊക്കെ ഉള്ളതാണ്. അപ്പൊ എനിക്ക് അവിടുന്ന് മനസ്സിലായ ഒരു കാര്യം, ഞാനിപ്പോ എന്ത് പഠിച്ചിട്ടാണെങ്കിലും ഒറ്റക്ക് പണിയെടുത്തിട്ട് ഞാൻ ഈ പറഞ്ഞ ആഗ്രഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. സ്വിമ്മിംഗ് പൂളിലുള്ള വീട് നിർത്താൻ പറ്റില്ല, ചിലപ്പോൾ മറ്റേ ഗപ്പിക്ക് കുളിക്കാനുള്ള കുഞ്ഞി കുളം ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും, അല്ലാണ്ട് നമുക്ക് കുളിക്കാവുന്ന കുളം ഉണ്ടാക്കാൻ പറ്റുന്ന വീട്ടിന് വലിയ പൈസയാണ്. അതേപോലെ തന്നെ കുറെ കാർ നിർത്താൻ പറ്റില്ലായിരിക്കും, ഒരു കാർ എടുക്കാം. അത് ഇങ്ങനെ മെല്ലെ മെല്ലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാം.
പോവാം. അപ്പോ ബിസിനസ്സുകാരനായാൽ മാത്രമേ വലിയ രീതിയിലുള്ള വരുമാനത്തിലേക്ക് എത്താൻ പറ്റൂ, വലിയൊരു പൊസിഷനിലേക്ക് പോകാൻ പറ്റൂ എന്നുള്ളൊരു കാര്യം ബോധ്യപ്പെട്ടു. പക്ഷേ എന്റെ വീട്ടിൽ അതിനുള്ള സാഹചര്യമൊന്നുമില്ല. സാധാരണ ഒരു പ്രവാസിയാണ്. ഉപ്പ കുറെ വർഷങ്ങളായിട്ട് ഗൾഫിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ കുറെ പൈസ വാരി എന്നാരും വിചാരിക്കരുത്. കുറെ പൈസ വാരിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഗൾഫ് നിർത്തുമായിരുന്നു. ഓക്കെ, ഇവിടെ ഒരു സാധാരണ പ്രവാസി വീട്ടിൽ എന്താ പറയാ, നമുക്ക് എടുക്കാൻ വേണ്ടി വലിയ വരുമാനം ഇല്ല. എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസയൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ അതിന് മാത്രം ലോകം മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ എന്റെ തലയിലൊന്നും ഉദിച്ചിട്ടൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ CA പോകാം, എന്നിട്ട് പഠിച്ച് ജോലിയൊക്കെ ആയി കുറച്ച് വർഷം ജോലിയൊക്കെ ചെയ്ത് ഒരു 30-35 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് കുറച്ച് പൈസ സ്വരുക്കൂട്ടി വെച്ച് എന്നിട്ട് CA മാറ്റി വെച്ചുകൊണ്ട് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ട്, എന്റെ കൂടെയുള്ള നമ്മൾ 2-3 പേര് കൂടി പ്ലാൻ ചെയ്താണ്, നമുക്ക് പൈസ ഒക്കെ ഇട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്നിട്ട് ഒരു ബിസിനസ്സുകാരനായിട്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടത്താൻ ആഗ്രഹിച്ച് നാട്ടിലേക്ക് വന്നു. അങ്ങനെ നാട്ടിൽ ഡിഗ്രിയും കഴിഞ്ഞ് വന്നപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് എന്തോ ഒരു പരിപാടി ചെയ്യുന്നു ഞാൻ കാണുന്നത്. എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടൊന്നുമില്ല. പക്ഷെ ആള് നല്ല ലുക്കിലാണ് ഡെയിലി ഇറങ്ങുക. എന്റെ കൂടെ പഠിച്ച ചങ്ങായിയാണ്. ഫുൾ ഇൻസൈഡ്, പിന്നെ നല്ല ഫോർമൽ ഷൂസ്, കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട്. ഈ ചങ്ങായി ആണെങ്കിൽ ഒടുക്കത്തെ ലുക്കാണ്, ഭയങ്കര ലുക്ക് കാണാൻ. ദുൽഖർ സൽമാനെ പോലത്തെ ലുക്കുണ്ട്. അപ്പൊ ഇയാള് ഇയാൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരു 6000 രൂപന്റെ സെക്കൻഡ് ഹാൻഡ് ബൈക്കുമല്ല ഇവൻ പോകുന്നത്. എന്റെ അടുത്ത് പൈസ ഒന്നും ഇല്ല എന്നുള്ളത് എനിക്കറിയാം. 6000 രൂപന്റെ സെക്കൻഡ് ഹാൻഡ് ബൈക്കുമല്ല. അപ്പൊ നിങ്ങൾ ചിന്തിച്ചാൽ മതി, 12 പ്രാവശ്യം ചവിട്ടിയാലാണ് അതിന്റെ കിക്കർ സ്റ്റാർട്ട് ആവുക. അപ്പൊ അങ്ങനെയുള്ള ഒരു വണ്ടിയിൽ ഫുള്ള് മരണ ലുക്കിൽ ചെങ്ങായി പോകുന്നുണ്ടാവും. അപ്പൊ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. അതിനേക്കാൾ വലിയൊരു കോമഡി, എന്റെ സുഹൃത്തിനെ, എന്റെ കൂടെ പഠിച്ച ചെക്കനെ നാട്ടിലുള്ള വേറെ കുറച്ച് പിള്ളേർ വിളിക്കുന്ന സാറേന്ന്. എനിക്ക് ചിരി വന്നിട്ട് ഞാൻ ചിരിച്ച് വീണ്. സാറേന്ന് അവനെ വിളിക്കുന്നത്, എന്റെ കൂടെയുള്ള ചെങ്ങായിനെ, നമ്മൾ ഒരുമിച്ച് കളിക്കുന്ന, ഒരുമിച്ച് മദ്രസയിലൊക്കെ ഒരുമിച്ച് പഠിച്ച ചെക്കനെ സാറേ. എനിക്കിങ്ങനെ ഈ ആൾക്കാരെ കളിയാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ അല്ല കേട്ടോ, ഇപ്പൊ NTC ആണ്, പണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ അത്യാവശ്യം ഞാനിങ്ങനെ കളിയാക്കും. അപ്പൊ ഇവനെ എങ്ങനെ കളിക്കും, സാർ എന്തൊക്കെയുണ്ട്, നമ്മള് പള്ളിയിലൊക്കെ പോകുമ്പോ സാറോ നമുക്ക് നിസ്കരിക്കാം. ഫുട്ബോൾ കളിക്കുമ്പോ ഞങ്ങൾ ഫുട്ബോൾ കളിക്കുന്ന ആളും നന്നായിട്ട് കളിക്കുമ്പോ, സാർ ഇത് ഇങ്ങോട്ട് ബോൾ ഇട്ടു, നമുക്ക് ഗോൾ അടിക്കും സാർ. ഇങ്ങനെ മാക്സിമം കളിയാക്കും. നല്ല രസമാണല്ലോ ഇങ്ങനെ കളിയാക്കുമ്പോൾ. പക്ഷെ വേറൊരു പ്രത്യേകത ഉണ്ട്, നമ്മൾ കളിയാക്കുന്ന ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ആയിട്ട് ഒരു വിഷമമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു സന്തോഷം കിട്ടൂ, അല്ലേ? അങ്ങനെയാണല്ലോ സാധാരണ. ഒരാളെ കളിയാക്കുമ്പോൾ അയാൾക്കൊരു സങ്കടം ഇല്ലേ, പിന്നെ നമുക്ക് എന്ത് സന്തോഷമുള്ളത്? നല്ല സ്വഭാവമല്ല കേട്ടോ, പണ്ടത്തെ കാര്യം പറഞ്ഞതാണ്. ഇപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു ശീലമേ ഇല്ല, ഞാൻ ആരെയും കളിയാക്കാൻ പോകാറില്ല പണ്ട്. അപ്പോ നമ്മൾ കളിയാക്കുന്ന വ്യക്തിക്ക് പ്രത്യേകിച്ച് ഒരു ഫീലും ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് കളിയാക്കാനുള്ള മൂഡ് പോകും. ഞാൻ ഇത് എത്ര പറഞ്ഞിട്ടും ഈ ചങ്ങായിക്ക് ഒരു പ്രശ്നമില്ല. ആള് ശക്തമായിട്ട് വീണ്ടും 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 പോയിട്ട് പ്രവർത്തിക്കുന്നു. സത്യം പറയാലോ, എനിക്ക് പിന്നെ ഇവനിപ്പോ എന്താ ചെയ്യാന്നുള്ളതിൽ നിൽക്കുമ്പോഴാണ് ഇവനൊരു ബുള്ളറ്റ് പോയിട്ട് ബുക്ക് ചെയ്തു. സത്യം പറഞ്ഞാൽ എന്റെ നെഞ്ഞ് കത്തി. ഇനി അഥവാ ഇവനെങ്ങാനും വലിയ നന്നായിട്ട് പൈസക്കാരനായി പോയാലോ, അല്ലെ? അങ്ങനെ എല്ലാരും പറയുന്നുണ്ട് ഇവൻ എന്തോ പൈസ ആക്കുന്ന പരിപാടിയെല്ലാം. പിന്നെ എനിക്ക് ഒരു അതിനെന്തോ അസൂയാന്നെങ്ങാനാണ് പറയുക, ഞാൻ അറിയില്ല. അല്ലെ, മലയാളികൾക്ക് സാധാരണയായിട്ട് മറ്റൊരാൾ വിജയിക്കുന്നു എന്ന് തോന്നുന്നുണ്ടാകുന്ന ഒരു സാധാരണയായിട്ടുള്ള ഒരു പ്രശ്നം. അത് വന്നപ്പോ ഞാൻ നൈസായിട്ട് ആളോട് ചോദിച്ചു, ഇതാ ഇതെന്താ പരിപാടി, എന്ത് സംഭവം, എന്താണ് കാര്യം, പറ, നീ എന്താ ചെയ്യുന്നത്? അത്രയും ദിവസം കളിയാക്കി നടന്ന ആളാണ്. എന്റെ അടുത്ത് ഇതുമായിട്ട് ആരും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. കാരണം അത് അവര് സമാധാനത്തിന് അവരെ പോലും ഞാൻ നാട്ടിൽ നിന്ന് ചെയ്യാൻ വിടുന്നില്ല. പിന്നെ എന്റെ അടുത്ത് വന്നിട്ട് ഇത് പറയൂലല്ലോ. ഞാൻ അത്രയും നെഗറ്റീവ് ആയിരുന്നു ഈ മേഖലയിൽ. ഇത് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നന്നായിട്ട് കളിയാക്കലായിരുന്നു പണി. അപ്പൊ ആ സമയത്ത് ജസ്റ്റ് ചോദിക്കുമ്പോൾ എന്റെ ഉദ്ദേശം ഈ ബിസിനസ് ചെയ്യുക എന്നുള്ളതല്ല, ഇതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കി നല്ല പ്രൊഫഷണലി ഇവനെ കളിയാക്കാം. പ്രൊഫഷണലി കളിയാക്കിയാൽ എന്തായാലും നല്ല വിഷമാവും. അപ്പൊ പിന്നെ എനിക്ക് നല്ല സന്തോഷം കിട്ടും. ഇതായിരുന്നു ഉദ്ദേശം. പക്ഷെ ആൾ ആ സമയത്ത് എന്നോട് ഈ ഒരു ബിസിനസ് പരിചയപ്പെടുത്തിയ സമയത്ത് എനിക്ക് ഒരു കാര്യം മനസ്സിലായി, പ്രത്യേകിച്ച് യാതൊരു നഷ്ടമില്ല, ഒരു നഷ്ടം വരാനില്ല. എനിക്ക് വേണ്ടുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാം. ഞാനിപ്പോ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന കടയിൽ നിന്ന് അതിന് പകരം മറ്റൊരു കടയിൽ നിന്ന് വാങ്ങിക്കാം. ആ വാങ്ങിക്കുന്നത് കൊണ്ട് എനിക്കൊരു നഷ്ടമില്ല. ഈ ഉൽപ്പന്നങ്ങൾ നല്ലതാണെന്നുള്ളത് എനിക്കറിയാം. കാരണം ഇയാൾ കൊടുത്തിട്ട് 3-4 മാസമായിട്ട് നാട്ടിലുള്ളവർ ഉപയോഗിച്ചിട്ട് പറയുന്ന ഫീഡ്ബാക്കുകൾ, എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ നിന്നൊക്കെ, ഞാൻ ഉപയോഗിച്ചിട്ടില്ല, എന്റെ വീട്ടിൽ ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ ഉപയോഗിച്ചിട്ട് അവരുടെ ഉമ്മമാര്, അവരുടെ ഉപ്പാപ്പാന്റെ മുട്ടുവേദനയ്ക്ക് ശമനമുണ്ട്, ഉമ്മാക്ക് പല്ലുവേദനയ്ക്ക് മാറ്റമുണ്ട്, വേറൊരു വീട്ടിൽ മുടികൊഴിച്ചലിന്റെ പ്രശ്നം മാറിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. നല്ല പ്രൊഡക്റ്റ് ആണ്. ഇത് മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ ഇയാളെ പറ്റിയിട്ട്. അപ്പോൾ നല്ല ഉൽപ്പന്നങ്ങളാണ് എന്ന് എനിക്ക് ആദ്യമേ ബോധ്യമുണ്ട്. പിന്നെ ആകെ ഈ ബിസിനസ് എന്താണെന്നുള്ളതൊന്നും അറിയില്ല, ഉൽപ്പന്നങ്ങൾ നല്ലതാണെന്ന് അറിയാം. അതുകൊണ്ട് ഞാൻ അത് നീ അവിടെ വെക്കും, ഉൽപ്പന്നം നല്ലതാണെന്ന് എനിക്കറിയാം. വേറെ ആള് പറഞ്ഞു ഹോൾസെയിലിൽ കിട്ടും, പ്രോഡക്റ്റ് ഹോൾസെയിലിലേക്ക് കിട്ടും. അപ്പോ ഇത്
നമ്മൾ മലയാളികളാര മക്കളല്ലേ, ഒരു എന്തെങ്കിലും ഒരു സാധനത്തിന് 10 രൂപ കുറവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 റുപ്യ ഓട്ടോറിക്ഷ കൊടുത്തിട്ട് പോയിട്ട് വാങ്ങിട്ട് വരും, ഇല്ലേ? അതല്ലേ നമ്മളെ ശീലം. 10 റുപ്യ കുറയുണ്ട്, അപ്പോഴത്തേക്ക് 30 റുപ്യ ഓട്ടോറിക്ഷയ്ക്ക് ചെലവാക്കിയിട്ട് പോയിട്ട് അതും വാങ്ങിട്ട് വരും, എന്നിട്ട് പറയും ലാഭം കിട്ടി. അങ്ങനെയല്ല, നമ്മളോട് പറയുന്നത് 40% ഡിസ്കൗണ്ടിൽ സാധനം വാങ്ങിക്കാം, അതും ക്വാളിറ്റി ഉണ്ട് എന്ന് ബോധ്യപ്പെട്ട ഒരു സാധനം 40% ഡിസ്കൗണ്ടിൽ വാങ്ങിക്കാം. ഞാൻ ചിന്തിച്ചപ്പോൾ ലാഭം, ആ നല്ല പരിപാടി, അടിപൊളി. പിന്നെ ആൾ പറഞ്ഞത് എനിക്ക് വേണ്ട സാധനം വാങ്ങിക്കാം, വേണ്ട സാധനങ്ങൾ വേണ്ടുന്നത്ര എണ്ണം വാങ്ങിക്കാം, ഹോൾസെയിൽ കിട്ടും. ഞാൻ പറഞ്ഞ എന്നെ പറ്റിക്കരുത്, ഹോൾസെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25 പീസ് 50 പീസ് 100 പീസ് ഒക്കെ എടുക്കണ്ടേ? അവൻ പറഞ്ഞു വേണ്ട, ഒരു പീസ് എടുത്താലും ഹോൾസെയിൽ. അതെങ്ങനെ ശരിയാവുക? പിന്നെ ഞാൻ ചോദിച്ചു നീ പറയുന്ന സാധനങ്ങൾ എടുക്കേണ്ടി വരും. അവൻ ഇല്ല, നിനക്ക് വേണ്ട എടുക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ വേണ്ട, ഒരു പേസ്റ്റ്, ഒരു സോപ്പ്, ഒരു ഷാമ്പൂ, ഒരു ഹെയർ ഓയിൽ, അങ്ങനെ എല്ലാം ഓരോന്ന്. ആ എടുത്തോ, പ്രശ്നമില്ല, ഹോൾസെയിൽ കിട്ടും. ഞാൻ പറഞ്ഞു എന്നാ വേണ്ട, എനിക്ക് 100 പേസ്റ്റ് മാത്രം. ആ എന്നാലോ ഹോൾസെയിൽ. ഞാൻ പറഞ്ഞാ ഇതെന്ത് പരിപാടി, എങ്ങനെയായാലും ഹോൾസെയിലാ? ആ അതെ, 40% ഡിസ്കൗണ്ടിലാണ്, എന്തായി കഴിഞ്ഞാലും നിനക്ക് 40% ഡിസ്കൗണ്ട് കിട്ടും. ഞാൻ പറഞ്ഞു ഓക്കെ, അടിപൊളി പരിപാടി. പിന്നെ പിന്നെ നിനക്ക് വേണമെങ്കിൽ ഈ സാധനം വിൽക്കാം, ആൾക്കാർക്ക് ഇത് റീറ്റെയിൽ ചെയ്യാം. ഞാൻ പറഞ്ഞു ഡൽഹിയിൽ നിന്നെല്ലാം പഠിച്ചു വന്നിട്ട് സാധനം വിറ്റ് കഴിഞ്ഞാൽ ആള് പറയൂലേ മോനെ എനിക്ക് സോപ്പ് കുക്കരാ പണിന്ന്. ഇങ്ങനെ എങ്ങെല്ലാം പോയിട്ട് പഠിച്ചു വന്നിട്ട് നാട്ടിൽ 10 കഴിഞ്ഞപ്പോ ഒക്കെ ഫ്ലെക്സാ, +2 കഴിഞ്ഞപ്പോ ഫ്ലെക്സ് അല്ലേ, നാട്ടിൽ ഉന്നത വിജയത്തിന് അനുമോദനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കുറെ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ട് ഇപ്പൊ പണി എന്താന്ന് ചോദിച്ചാൽ സോപ്പ് കുക്കൽ എന്ന് പറയുമ്പോൾ ഒരു നാണക്കേടല്ലേ ഞാൻ ചോദിച്ചു. അന്ന് ഞാൻ അങ്ങനെ വിശ്വസിച്ച ആളായിരുന്നു, ഈ സാധനം വിൽക്കുക എന്ന് പറയുന്നത് ഒരു മോശം പരിപാടിയായിട്ട്. പക്ഷെ അന്ന് ഞാൻ പൊട്ടനായിരുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ലോകത്ത് പകരം വെക്കാനില്ലാത്ത ഏറ്റവും മൂല്യമുള്ള ഒരു സ്കില്ല്, കഴിവ് എന്ന് പറയുന്നത് സെയിൽസ് ആണ്. ഏത് ഇന്റർവ്യൂവിന് പോയാലും, ഏത് കമ്പനിയുടെ ജോലിക്ക് പോയാലും, എവിടെ സെലക്ട് ചെയ്യപ്പെടണമെങ്കിലും സെയിൽസ് എന്നുള്ള ഒരു സ്കില്ല് വേണം. നല്ല സെയിൽസ്മാനെയാണ്, നല്ല സെയിൽസ് പേഴ്സണെയാണ് ലോകത്തിന് ആവശ്യം. അത് പകരം വെക്കാൻ പറ്റാത്തൊരു സ്കില്ലാണ്, പകരം വെക്കാൻ പറ്റാത്ത സ്കില്ലാണ്. ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നതുകൊണ്ടോ, ഒരു ടെക്നോളജി വന്നതുകൊണ്ടോ, ഒരു റോബോട്ട് വന്നതുകൊണ്ടോ മാറ്റാൻ പറ്റാത്ത ഒരു സ്കില്ലാണ്. മനുഷ്യനെ കൊണ്ട് പകരം വെക്കാൻ പറ്റാത്ത സ്കില്ലുകളിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ക്ലാസിഫൈ ചെയ്ത് വെച്ച സാധനമാണ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. അപ്പോ അത്രയും വലിയ സാധനമാണെന്ന് എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. ഇപ്പൊ ഞാൻ റീറ്റെയിൽ ചെയ്യും, എനിക്കൊരു മടിയും ഇല്ല. പക്ഷെ അന്ന് എനിക്ക് ചെയ്യാൻ മടിയായിരുന്നു. എന്നാലും ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് എന്നെ അറിയുന്ന എന്നെ അജിനു എന്നാ വിളിക്കാം, അജിനു തന്നാ വാങ്ങും, എന്നാ പിന്നെ ഒരു പേസ്റ്റ് എടുക്കാം, അജിനു തന്നല്ലേ ഒരു സോപ്പ് എടുക്കാം എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് എടുക്കാമെന്ന് തീരുമാനിച്ചു. പിന്നെ ആൾ എന്നോട് പറഞ്ഞത് നിനക്ക് ഇത് ഇന്ത്യ മുഴുവൻ മാർക്കറ്റ് ചെയ്യാനുള്ള ലൈസൻസ് കിട്ടും. ഞാൻ പറഞ്ഞ അമ്പട വമ്പ. അപ്പൊ അവിടെയാണ് നമ്മളടുത്ത് പൈസ നിങ്ങൾ വാങ്ങിക്കുന്ന പരിപാടി. കാരണം ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസിന് ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും, അല്ലെ കോടികൾ കൊടുക്കേണ്ടി വരും. ഇന്ത്യ മുഴുവൻ വിടും, കണ്ണൂർ ജില്ലയ്ക്ക് തന്നെ വലിയ ലക്ഷങ്ങൾ വേണ്ടി വരും എന്ന് എനിക്കറിയാം. അത്യാവശ്യം കുറച്ച് ബികോം പഠിച്ച് കുറച്ച് ബിസിനസിനെ പറ്റി ഐഡിയ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ലൈസൻസ് എന്ന് പറയുന്നത് ചെറിയ പൈസയുടെ സാധനമല്ല, അത് അവകാശം വാങ്ങിക്കുകയാണ്. ഇപ്പൊ ഒരു കോൾഗേറ്റിന്റെ പേസ്റ്റിന് കണ്ണൂർ ജില്ല ഡിസ്ട്രിബ്യൂഷൻ എടുക്കണമെങ്കിൽ ഞാൻ ലക്ഷങ്ങൾ ആദ്യം കൊടുക്കണം, എന്നിട്ട് പിന്നെ പൈസ കൊടുത്ത് കോൾഗേറ്റ് വാങ്ങിയിട്ട് വേണം വിൽക്കാൻ. കണ്ണൂർ ജില്ലക്ക് പുറത്ത് വിറ്റ കേസാണ്. ഇങ്ങനെയാണ് ഓരോ ലൈസൻസ് കൊടുക്കുക. അവിടെയാണ് ഇന്ത്യ മുഴുവനുള്ള ലൈസൻസ് കിട്ടും, അതും 100-ന് മേലെ സാധനങ്ങൾ, അതും മറ്റതിനേക്കാൾ ക്വാളിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞു മോനെ ഇനി പറ അതിന് എത്ര പൈസ വേണം, അത് ഫ്രീ ആണ്. ഞാൻ പറഞ്ഞ എല്ലാ കാര്യം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പൈസ വെക്കരുത്, ഇല്ലടാ ഫ്രീ. ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് ഫ്രീ, പക്ക ഫ്രീ. നമുക്ക് വേണ്ട പ്രൊഡക്റ്റിന്റെ ഹോൾസെയിൽ മാത്രം കൊടുത്താൽ മതി, വേറെ ലൈസൻസിന് പൈസ ഇല്ല. അപ്പൊ എനിക്ക് നന്നായിട്ട് തോന്നി, നഷ്ടമൊന്നുമില്ല. 4 മാസം റിസൾട്ട് വരാൻ, അത് കഴിഞ്ഞാൽ ഇനി അടുത്ത പഠിക്കാൻ പോകുന്നുള്ളൂ. എന്നാ പിന്നെ ഇതങ്ങ് ചെയ്യന്നെ എന്നങ്ങ് തീരുമാനിച്ചു. തീരുമാനത്തിൽ ഉറച്ചങ്ങ് നിന്നു. എന്നിട്ട് വീട്ടിൽ പോയി കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെ കുറച്ച് പൊട്ടലും ചീറ്റലും ഒക്കെ നടന്നു, അല്ലെ? സ്വാഭാവികമാണ്. ഇത്രയും പഠിക്കുന്ന ഒരാൾ പെട്ടെന്ന് വെറുതെ സോപ്പ് വെക്കാൻ പോകുന്ന പറഞ്ഞാൽ ഞാൻ 4 മാസത്തേക്ക് വെറുതെ നിൽക്കുന്നല്ലേ, ഫോൺ കൊണ്ട് കളിക്കുന്നു, ക്യാരം ബോർഡ് കളിക്കുന്നു, കളിക്കാൻ പോകുന്നു, വെറുതെ അവിടെ സൊറ പറഞ്ഞിട്ടിരിക്കുന്നു. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. സൊറ പറഞ്ഞിട്ട് ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ ലോക കാര്യങ്ങൾ ചർച്ച ചെയ്യും, അല്ലെ? നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടായിരിക്കും. ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ട് ഭയങ്കര ലോകത്ത് ചൂട് കൂടാനുള്ള കാരണം ഒരാൾക്കാർ ഇങ്ങനെ സീരിയസ് ആയി വരുന്നുണ്ട്. ഒന്നും ഉണ്ടാവില്ല. ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ട് ചർച്ച ചെയ്യുക, അതിലേ പോകുന്നവന്റെ കുറ്റം, ഇതിലേ പോകുന്നവന്റെ കുറ്റം, നാട്ടുകാരെ മൊത്തം കുറ്റം, വേറെന്താ പറയേണ്ട. എന്നിട്ട് നമ്മുടെ ഇപ്പൊ 10 പേര് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ ഒരുത്തമായ പിന്നെ അവന്റെ കുറ്റം. അതുകൊണ്ട് ഞാൻ ലാസ്റ്റേ പോകും. എല്ലാവരും വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ചു പോകും, ഇല്ലെങ്കിൽ എന്നെ പറ്റിയിട്ട് പറയും, എനിക്കറിയാം. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ആ സമയം ഞാൻ ഇത് ചെയ്താൽ എന്തെങ്കിലും ആവും. പിന്നെ ഇതിൽ ചെയ്യുന്ന ആൾക്കാർ നന്നായിട്ട് സംസാരിക്കാനും സ്റ്റേജിൽ കയറാനും പഠിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ്. അപ്പൊ ഇതൊക്കെ നടക്കുവാണെങ്കിൽ നടക്കട്ടെ എന്ന് കരുതി അങ്ങനെ ജസ്റ്റ് തുടങ്ങിയാണ്. വീട്ടിൽ ഉപ്പ സമ്മതിച്ചിട്ടില്ല, ഉപ്പ ഗൾഫിലായിരുന്നു. ചോദിച്ചപ്പോ തന്നെ പറഞ്ഞു, അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഫോൺ വഴിയാണ് ഞാൻ ചോദിക്കുന്നത്. കുറച്ച് സാധനം എടുക്കുക, വിറ്റാ പൈസ കിട്ടു, പിന്നെ ഇപ്പുറം ഒരാള്, പിന്നെ അപ്പുറം ഒരാള്, ആ ആഴ്ചക്ക് 2 ലക്ഷം ഉറുപ്പിക കിട്ടും ഉപ്പന്ന്. ഉപ്പ വിചാരിച്ച അയ്യോ എന്റെ മോനെ പൊട്ടനാരോ പറ്റിച്ചു. ഇതാണല്ലോ 1 മിനിറ്റ് കൊണ്ട് ഇത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അത്രയും മനസ്സിലാവും.
ഉപ്പ ഒറ്റ വർത്തനം ചെയ്യണ്ട. ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യണ്ട. പിന്നെ ഓക്കെ ശരി അസ്സലാമു അലൈക്കും വേറൊന്നുമില്ല കഴിഞ്ഞു. നമ്മൾ അത്രയും ഉപ്പാനോട് സംസാരിക്കലുള്ളൂ. പണ്ട് മുതലേ ഗൾഫുകാരനായതുകൊണ്ട് കുറച്ച് സംസാരിക്കും. പിന്നെ നമ്മളെ 18ാമത്തെ അവിടെ കൊടുക്കും, ഉമ്മാനെ സോപ്പിടും, ഉമ്മാനെ സോപ്പിട്ട് ഉമ്മാനെ കൊണ്ട് ഉപ്പാനെ സോപ്പിടിപ്പിക്കും. എന്നിട്ട് അങ്ങനെയാണ് നമ്മളെ എല്ലാ കാര്യങ്ങളും. അങ്ങനെ അതിന്റെ പ്രോട്ടോകോൾ അങ്ങനെയാണ്. ഇവിടുന്ന് മുഖ്യമന്ത്രിന്റെ അടുത്ത് പോയി എന്നിട്ടാണ് പ്രധാനമന്ത്രിന്റെ അടുത്ത് എത്തണം. അങ്ങനെ പോയിട്ടാണ് എല്ലാ സാധനങ്ങളും തീരുമാനിപ്പിക്കുക. അങ്ങനെ എങ്ങനെയല്ലോ സമ്മതിപ്പിച്ചു. അങ്ങനെ ആദ്യം എന്താ പറയാ ഒരു ഉമ്മാന്റെ ഒരു വളയാണ് എനിക്ക് തന്നത്. ഇത് വെച്ചിട്ട് നീ സ്റ്റാർട്ട് ചെയ്ത് വേറെ പൈസയൊന്നും ഇല്ലാന്നാണ്. പക്ഷെ എന്തോ അന്ന് തുടങ്ങാൻ പറ്റിയില്ല. അത് കൊടുത്ത് പോകുന്ന സമയത്ത് തന്നെ നാട്ടിലുള്ള പിള്ളേരും എന്റെ കൂടെ പഠിച്ച പിള്ളേരൊക്കെ ജസ്റ്റ് ഒരു മണ്ടത്തരം ഞാൻ ചെയ്തു. നിങ്ങളിൽ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ചെയ്യാൻ പോകുന്ന മണ്ടത്തരം ഓൾറെഡി പുതിയ പല ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്ന മണ്ടത്തരം ഞാൻ ചെയ്തു. അതുകൊണ്ട് എനിക്ക് ചെയ്യരുത്. ഒറ്റയ്ക്ക് ബിസിനസ് ആരോടും പറയരുത് എന്ന് ലീഡർ പറഞ്ഞു. പക്ഷെ ഞാൻ വലിയ ആളാണല്ലോ, ഞാൻ ഡൽഹിയിലെല്ലാം പഠിച്ച ഭയങ്കര സംഭവം ആയതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ പറഞ്ഞു. ഫോണിൽ 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഞാൻ ബിസിനസ് പറഞ്ഞു കൊടുത്തു എന്റെ സുഹൃത്തിന്. ആ സുഹൃത്ത് ആ കോൾ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ പഠിച്ച നമ്മൾ ഒരുമിച്ച് 5-6 വർഷം പഠിച്ചത് എല്ലാ ഗ്രൂപ്പിലും ഇട്ടു. എടാ അജുന്റെ ഒരു പരിപാടി തുടങ്ങിയിട്ട് ആരും ഇനി അവന്റെ ഫോൺ എടുക്കണ്ട, എങ്ങനെയുണ്ട്? പിന്നെ ഗ്രൂപ്പിലിട്ടു, ഉള്ള എല്ലാരും വിളിക്കുന്നു കളിയാക്കുന്നു. അജു എനിക്ക് ഉളുപ്പുണ്ടാടാ ഇങ്ങനത്തെ പരിപാടിക്ക് പോവാൻ, എടാ എനിക്ക് നാണണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് കളിയാക്കി. അപ്പൊ ഒരു എന്തോ ടെൻഷനായി നെഞ്ഞുവേനെല്ലാം വന്നിട്ട് ഞാൻ ഉമ്മക്ക് വള തിരിച്ചുകൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ ചെയ്യുന്നില്ല ഉമ്മ. എന്നിട്ട് പിന്നെ ആ സമയത്താണ്, ആ സിറ്റുവേഷനിൽ ഞാൻ ഒഴിവാക്കി ബിസിനസ്. കാരണം എല്ലാവരും കളിയാക്കല്. ഞാൻ ബിസിനസ് തുടങ്ങിയിട്ടില്ല, ഇത് വെറുതെ ജസ്റ്റ് ചങ്ങാനെ വിളിച്ച് പറഞ്ഞതാ. എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നത് എന്താ അജു ഒരു 2 ലക്ഷം ഉറുപ്പിക ഉണ്ട് എടുക്കാന്. എന്റെ അടുത്ത് ഒരു ചായ കുടിക്കേണ്ട പൈസ വരില്ല. അപ്പോഴാണ് കളിയാക്കിയിട്ട് ചോദിക്കാണ്. ഈ ബിസിനസിന്റെ തുടക്കത്തിൽ പല ആൾക്കാരും നേരിട്ടിട്ടുണ്ട്. നമ്മൾ തുടങ്ങുമ്പോ തന്നെ എടാ 2 ലക്ഷം ഉണ്ട് എടുക്കാൻ, ഇപ്പോ പൈസക്കാരാ എന്തൊക്കെ ഉണ്ട്, വെറുതെ അങ്ങ് ആക്കുകയാണ്. നന്നായിട്ട് ആക്കും, അവർക്ക് നല്ല സുഖം കിട്ടും. അപ്പോ ഇത് ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നേ. എന്റെ പണി ഇതായിരുന്നല്ലോ കുറച്ചു ദിവസം മുന്നേ. അപ്പോ അങ്ങനെ ഞാൻ വളയൊക്കെ തിരിച്ചുകൊണ്ട് കൊടുത്തു. ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇവര് ഫോളോ അപ്പ് ചെയ്യും അല്ലെ, ലീഡർമാരെ കൊണ്ട് അടങ്ങാറാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, അന്ന് രാത്രി എന്നെ നൈസായിട്ട് മുങ്ങി. എറണാകുളത്ത് എന്റെ ചങ്ങാന്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെ പോയി. ഒരു ഉദ്ഘാടനമായിരുന്നു, ജോലിക്കായിട്ട് പോയതല്ല, ഉദ്ഘാടനത്തിന് കുറച്ച് സെറ്റപ്പിനൊക്കെ വരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്ന് തന്നെ വരാന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രിക്ക് തന്നെ ട്രെയിനിൽ കയറി മുങ്ങി. പിന്നെ ഇവരെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കൂല. പിന്നെ അത്യാവശ്യം വിളിച്ചിട്ട് പറയും എടാ ഒരു ID ജസ്റ്റ് എടുത്ത് വെച്ചോ, പലരും തുടങ്ങുന്നുണ്ട്, നിന്റെ താഴെ വരും. ഞാൻ പറഞ്ഞു വേണ്ട, ID എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിന്നു. പക്ഷെ കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ എനിക്ക് തന്നെ ചിന്ത വരാൻ തുടങ്ങി. എന്റെ തലച്ചോറിന് ബോധ്യപ്പെട്ട ഒരു കാര്യം, ഞാൻ മറ്റൊരാളുടെ വാക്ക് കേട്ടിട്ട് എന്റെ തലച്ചോറ് പണയം വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതിനെപ്പറ്റി 10 വയസ്സിന്റെ വിവരമില്ലാത്ത ആൾ പറയുന്നതും കേട്ടിട്ടാണ് ഞാൻ എന്റെ ഡിസിഷൻ മാറ്റിയത്. എന്തോ ആ സമയത്ത് അൽഹംദുലില്ലാ അള്ളാഹ് ഒരു ചിന്ത ഉള്ളിലേക്ക് ഇട്ട് തന്നത് ഇതാണ്, നിനക്ക് മനസ്സിലായ കാര്യം നീ എന്തിനാ വെറുതെ വേറെ ആൾ പറയുന്നത് കേട്ടിട്ട് ചെയ്യാണ്ടിരിക്കുന്നത് എന്തോ അങ്ങനെ ഒരു ചിന്ത വന്നു. ആ സമയത്ത് ഞാൻ ഈ ബിസിനസിനെ പറ്റി പഠിക്കാൻ തുടങ്ങി. എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, എന്താണ് ഡയറക്ട് സെല്ലിംഗ്, ഇൻഡസ്ട്രി. ഞാൻ വിചാരിച്ചത് ഇപ്പോഴത്തെ തുടങ്ങിയതാണ്, അല്ല 1888 തന്നെ ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രി സ്റ്റാർട്ടഡ് ആണ്. 910 അമേരിക്കയിൽ ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ തുടങ്ങിയിട്ടുണ്ട്. 943 തന്നെ അമേരിക്കയിലൊക്കെ മൾട്ടി ലെവൽ സിസ്റ്റത്തിൽ, ഇപ്പോഴുള്ള നമ്മുടെ ഇൻകം പ്ലാന്റ് ഒക്കെ സിസ്റ്റത്തിൽ ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ തുടങ്ങിയിട്ടുണ്ട്. 80 വർഷമൊക്കെ ആയ കമ്പനികൾ, 60-70 വർഷമായ കമ്പനികൾ ഇന്ന് ലോകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 100 മേലിന്റെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന കമ്പനികളുണ്ട്. 996 ഇത് ഇന്ത്യയിലേക്ക് വരുന്നത്. എന്നിട്ട് തന്നെ ഇത് ചെറുതും വലുതുമായിട്ട് പലതരത്തിൽ നല്ല കമ്പനി മോശം കമ്പനികളൊക്കെ വന്നതിന് ശേഷം 2011 ഇതിന് മറ്റേ മോശം കമ്പനികളൊക്കെ കുറെ കൂടിയത് കൊണ്ട് ഗവൺമെന്റ് അത് നിർത്തിക്കൊക്കെ ചെയ്ത് പിന്നീട് ഗവൺമെന്റ് ഒരു നിയമം 2014 കൊണ്ടുവരികയും 2016 ഒരു ഡയറക്ട് സെല്ലിംഗ് ഗൈഡ് ലൈൻ കൊണ്ടുവരികയും 2018 കേരള ഡയറക്ട് സെല്ലിംഗ് ഗൈഡ് ലൈൻ കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ബിസിനസ് നല്ല മേഖലയാണ്, നിയമപരമായിട്ട് ചെയ്യുന്ന കമ്പനികൾക്ക് വളർച്ചയുണ്ട്. നിരവധി സാധാരണക്കാരും മൾട്ടി മില്യണേഴ്സ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ഞാൻ മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ ഉള്ള പല വീഡിയോസ് യൂട്യൂബിൽ കണ്ടു, പലതരത്തിലുള്ള ആർട്ടിക്കിൾസ്, നോട്ട്സ് ഇതൊക്കെ വായിച്ചു, ന്യൂസുകൾ വായിച്ചു. അമേരിക്കയിലൊക്കെ ഇറങ്ങിയ കുറെ ജേർണൽസ് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഡയറക്ട് സെല്ലിംഗിന്റെ വളർച്ചയൊക്കെ കാണിക്കുന്നത്, അത് വായിച്ചു. അന്ന് ആ സമയത്താണ് ഒരു വ്യക്തി, ഡെക്സ്റ്റർ യാഗർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, ആൾ മരണപ്പെട്ടു പോയി കുറച്ച് വർഷം മുന്നേ. ഡയറക്ട് സെല്ലിംഗിന് ലോകത്ത് ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങിയ വ്യക്തിയായിട്ട് അറിയപ്പെടുന്ന ആളാണ്. 4000 കോടി രൂപയാണ് ആൾ വരുമാനം വാങ്ങിച്ചത്. 4000 കോടി രൂപ. ഞാൻ ചിന്തിച്ചത് ഒരു കുറച്ച് രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച ഒരു കമ്പനി തുടങ്ങിയ വ്യക്തിയല്ല. ഞാനും നിങ്ങളും തുടങ്ങിയതുപോലെ കുറച്ച് ഉൽപ്പന്നം വാങ്ങിച്ച ഒരു ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് ഒരു ID തുടങ്ങി ബിസിനസ് ചെയ്തിട്ട് 4000 കോടി രൂപ അക്കൗണ്ടിൽ വാങ്ങിച്ച വ്യക്തി. ആള് പറഞ്ഞിട്ടുണ്ട് ഡയറക്ട് സെല്ലിങ്ങിന്റെ യഥാർത്ഥ വളർച്ച നിങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എന്റെ കാലം കഴിഞ്ഞു. അപ്പോ 4000 കോടി ഒന്നും അല്ല എന്നാണ് ആള് പറയുന്നത്. അത്രയും ഫ്യൂച്ചർ ഉള്ള ഒരു ഇൻഡസ്ട്രി. അതിൽ തന്നെ ലോകത്ത് പണ്ട് നെറ്റൊന്നും ഇല്ലാത്ത സമയത്ത് ഇത് എങ്ങനെ ചെയ്തു എന്ന് എനിക്കറിയില്ല. നെറ്റില്ലാത്ത സമയത്ത് ഒരു ID അടിക്കലപ്പ
ഇത് അയച്ചു കൊടുത്തിട്ട് കമ്പനി എപ്പോ ഐഡി തന്നാൽ തന്നു, കച്ചവടം നടന്ന് നമ്മൾ എങ്ങനെ അറിയാനാ? അതിന്റെ ഒക്കെ കാലം കഴിഞ്ഞ് 2000 ഒക്കെ ആകുമ്പോഴാണ് നെറ്റൊക്കെ വന്ന് എല്ലാവരും ഒന്നും ഇത് സ്പീഡായത്. അപ്പൊ ഇത് ജനിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലാണെങ്കിലോ 2016 നിയമം വന്നത്. ഞാൻ കണക്കൂട്ടിയപ്പോ ഇന്ത്യയിൽ ഇത് 910 അമേരിക്കയിൽ ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ ഉണ്ട്. അമേരിക്കയിൽ ഇത് ജനിച്ച് വളർന്ന് മൂക്കിൽ പല്ല് വന്ന സമയത്താണ് ഡയറക്ട് സെല്ലിംഗ് ഇന്ത്യയിൽ ജനിക്കുന്നത്. അപ്പോ ഇന്ത്യയിലാണെങ്കിൽ അതിന്റെ എത്രയോ ഇരട്ടി ജനസംഖ്യയുണ്ട്. ഇവിടെ എങ്ങാനും ഇത് വളർത്തിയെടുത്താൽ വലിയ രീതിയിലുള്ള ഒരു ബിസിനസ് ആയിട്ട് ഇത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. കോടികളുടെ ടേൺ ഓവർ നടക്കുന്ന, ലക്ഷങ്ങൾ വരുമാനമുള്ള വ്യക്തിയായിട്ട് എനിക്ക് മാറാൻ വേണ്ടി പറ്റുന്നുള്ളൊരു ചിന്ത വന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ എനിക്കുണ്ടായിരുന്ന ഒരു കാര്യം, നിയമങ്ങൾ കറക്റ്റ് ആണോ എന്നുള്ളതാണ്. കാരണം എന്നോടൊരു കുട്ടി ഇത് തെറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് കൃത്യമായ മറുപടി കൊടുക്കണം എന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നു. എന്നെ കളിയാക്കിയവരോടുള്ള വാശി തന്നെയായിരുന്നു. അതുകൊണ്ട് എന്താണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്നുള്ളത് പഠിച്ചത്, അതിന്റെ ചരിത്രം പഠിച്ചു. അതിന്റെ കൂടെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രൈസ് മണി ചിറ്റ്സ് ബാനിങ് ആക്ട് 1974 ഒരു നിയമമുണ്ട്. അതുപോലെ തന്നെ കോൺട്രാക്ട് ആക്ട്, സെബി ഗൈഡ് ലൈൻ, പിന്നെ അതുപോലെ ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഗൈഡ് ലൈൻ, കേരള ഡയറക്ട് സെല്ലിംഗ് ഗൈഡ് ലൈൻ, FDSA എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷന്റെ ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. ഇതൊക്കെ ഇരുന്ന് ഡൗൺലോഡ് ചെയ്ത് അത്യാവശ്യം വായിച്ച് പഠിച്ചു. അതേപോലെ തന്നെ നമ്മുടെ 2014 ഇറങ്ങിയ ഒരു KPMG ഫിക്കി റിപ്പോർട്ട് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. 2025 64,500 കോടി രൂപയുടെ സെയിൽസ് നടക്കാൻ പോകുന്ന ഇൻഡസ്ട്രിയാണ് ഇത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു റിപ്പോർട്ടും ഇരുന്ന് വായിച്ചു, ഫുള്ളായിട്ട് വായിച്ചു. കേരളത്തിന്റെ ഗ്രോത്ത്, ഇന്ത്യന്റെ ഗ്രോത്ത്, വരാൻ പോകുന്ന സാധ്യതകളൊക്കെ വായിച്ചു. അങ്ങനെ വായിച്ച സമയത്ത് ഒരു കാര്യം തീരുമാനിച്ചു, ഇത് ഞാൻ ചെയ്താലും ഇല്ലെങ്കിലും ഇത് എന്റെ നാട്ടിൽ മറ്റുള്ളവരെ ഏറ്റെടുത്ത് ചെയ്യും, വരുമാനം ഉണ്ടാക്കും. അന്ന് ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഇതിൽ വിജയിക്കാത്ത, വരുമാനമില്ലാത്ത ഒരു വ്യക്തിയായിട്ട് മാറും. എന്തായാലും ഞാൻ ചെയ്താലും ഇല്ലെങ്കിലും ഈ ഇൻഡസ്ട്രി വളരാൻ പോവാണ്. ഇത് കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും അതുപോലെ ലോകത്തെ ഏറ്റവും വലിയ സർവേ പ്രൊവൈഡേഴ്സിൽ ഒരാളായിട്ടുള്ള KPMG പോലുള്ള വലിയ കമ്പനി, മൾട്ടിനാഷണൽ കമ്പനിയൊക്കെ സർട്ടിഫൈ ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണ്. അവര് തന്നെ നടത്തിയ പഠന റിപ്പോർട്ടാണ്. അപ്പൊ ഇത് വളരും എന്നുള്ളത് ഉറപ്പ്. ഞാൻ ചെയ്തില്ലെങ്കിൽ മറ്റൊരാൾ വളരും, നാട്ടിൽ മറ്റൊരാൾ കോടീശ്വരനാവും, മറ്റൊരാൾ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കും. ഞാൻ ചിന്തിച്ച് എന്തിനാ വേറെ ഒരാളെ ആക്കുന്നത്, ഞാൻ തന്നെ ആവാം എന്ന് തീരുമാനിച്ചു. അന്ന് ഒരു തീരുമാനം എടുത്തു, ഞാൻ മൈ ലൈഫ് സ്റ്റൈൽ ചെയ്യാൻ, ഡയറക്ട് സെല്ലിംഗ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ആ സമയത്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേട്ടത് 3-4 കമ്പനികൾ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, ഒന്നും എന്റെ കുടുംബ കമ്പനിയൊന്നുമല്ല. എനിക്ക് ഇന്നത് ചെയ്യണമെന്ന് നിർബന്ധമില്ല, എനിക്ക് നല്ലൊരു കമ്പനി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ സമയത്തും അതിനുശേഷം ഒക്കെ ആയിട്ട് ഞാൻ എന്ത് ചെയ്തു, കുറെ കമ്പനികളെ പറ്റിയിട്ട് റിസർച്ച് ചെയ്തു. ഞാൻ കേട്ടതും കണ്ടതും മുന്നേ നാട്ടിൽ ചെയ്യുന്നതായിട്ട് അറിഞ്ഞതുമായിട്ടുള്ള 10-25 കമ്പനികളുടെ ലിസ്റ്റ് എടുത്തു. അതിൽ ഓരോ കമ്പനിന്റെ വെബ്സൈറ്റിലൊക്കെ കയറി നോക്കാൻ തുടങ്ങി. പലതിന്റെ വെബ്സൈറ്റ് തന്നെ കൂതറ വെബ്സൈറ്റ് ആയിരിക്കും. അപ്പൊ തന്നെ ഞാൻ വിചാരിക്കുക, ഒരു വെബ്സൈറ്റ് പോലും ആക്കാൻ പറ്റാത്ത കമ്പനിക്ക് പിന്നെ എന്റെ സ്വപ്നങ്ങൾ തീർക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഓരോന്ന് മാറ്റി, ചിലതിന്റെ പ്രൊഡക്റ്റ് ശരിയല്ല, അങ്ങനെ ഓരോന്ന് നോക്കി അങ്ങനെ ഒരു 3-4 കമ്പനികളിലേക്ക് എത്തി. അതിൽ നിന്ന് ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ, ഏറ്റവും നല്ല മാനേജ്മെന്റ്, വലിയ വിഷനും മിഷനും ഉള്ള മാനേജ്മെന്റ്, അതിൽ ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ, ക്വാളിറ്റിയുള്ള, യുണീക്ക് ആയിട്ടുള്ള, മറ്റെവിടെയും കിട്ടാത്ത, വാങ്ങിച്ചവർ വീണ്ടും വാങ്ങിക്കുന്ന, റിസൾട്ട് ഉള്ള, സർട്ടിഫൈഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടോ, ആ ഉൽപ്പന്നങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടോ, അതുപോലെ തന്നെ അത് ചെയ്യുന്നവർക്കുള്ള വരുമാനം, നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ നടത്താൻ പോകുന്ന അത്രയും രീതിയിലുള്ള വരുമാനം അത് കൃത്യമായി കൊടുക്കുന്നുണ്ടോ, അതുപോലെ ഒരു സാധാരണക്കാരൻ അസാധാരണക്കാരനാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ട്രെയിനിങ് സിസ്റ്റം ഉള്ള ഒരു കമ്പനിയാണോ. എന്നെ സംബന്ധിച്ചിടത്തോളം 4 ആൾക്കാരോട് സംസാരിക്കാൻ മടിയായിരുന്നു, സ്റ്റേജിൽ കയറാൻ മടിയായിരുന്നു. ഇതുപോലത്തെ ഒരു മീറ്റിംഗിൽ വന്നിരുന്ന, സത്യം പറഞ്ഞാൽ ഞാൻ ക്യാമറ വരെ ഓൺ ചെയ്യില്ല, അത്രയും പേടിയായിരുന്നു, സംസാരിക്കാൻ പേടിയാണ്. ക്ലാസ്സിൽ നിന്ന് അറ്റൻഡൻസ് പറയുമ്പോൾ, പ്രസന്റ് സാർ പറയുമ്പോൾ വരെ എനിക്ക് നെഞ്ഞിരിക്കുന്ന ഒരാളായിരുന്നു. പിന്നെ മദ്രസയിൽ നിന്ന് നബിദിനത്തിനൊക്കെ പാട്ട് പാടാനല്ല, ഞാൻ പാട്ട് പറയാനാ കയറില്ല സ്റ്റേജ് മേലെ. എനിക്ക് ഇത് പാടാനൊന്നും അറിയില്ല, ഉസ്താദിന്റെ അടി കിട്ടുന്ന പേടിച്ചിട്ട് കയറുന്നതാണ്. ആ കയറുന്ന കയറല് ഒരാളെ ഞാൻ ഫേസ് ചെയ്യാറില്ല. മൈക്കിന്റെ ഓട്ടം ഇങ്ങനെ എണ്ണുകയാണ് ചെയ്യുക, മൈക്കല്ലാതെ വേറൊരു സ്ഥലം നോക്കൂല, പേടിച്ച് വിറച്ചിട്ട് ആണ് സംസാരിക്കാറ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഒരു അസാധാരണക്കാരനാക്കാൻ പറ്റുന്ന ഒരു ട്രെയിനിങ് സിസ്റ്റം കൂടിയുള്ള ഒരു ബിസിനസ് ആണോ എന്നൊക്കെ നോക്കി അങ്ങനെ കുറച്ച് കമ്പനികളിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്തത് ഇന്ത്യയിലെ നല്ല, നാളെ ലോകത്തെ തന്നെ നമ്പർ 1 ആക്കാൻ പോകുന്ന മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി അന്ന് സ്റ്റാർട്ട് ചെയ്തു. അന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നീട് ഇന്ന് വരെ ഒരൊറ്റ കുട്ടിക്ക് നെഗറ്റീവ് ആക്കാൻ പറ്റിയിട്ടില്ല. അത് അഹങ്കാരമായിട്ട് പറയുന്നല്ല, ഞാൻ ചൂസ് ചെയ്തത് മൈ ലൈഫ് സ്റ്റൈൽ ആയതുകൊണ്ട് മാത്രമാണ് അത് സംഭവിച്ചത്. പല ആൾക്കാരും എന്നോട് നിയമപരമായിട്ട് ശരിയല്ല എന്ന് പറയും. ഞാൻ പറയും, വരൂ, ഇരിക്കൂ, പറയൂ, എന്താണ് നിയമം തെറ്റ്, ഏത് നിയമത്തിലാണ് പ്രശ്നം, പറയൂ, ഞാൻ പഠിച്ചതാണ്. അങ്ങനെ നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് ഒരു ചോദ്യം ചോദിച്ചാൽ പിന്നെ ആർക്കും മറുപടി ഉണ്ടാവില്ല. പല ആൾക്കാരും പറയുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ഇനി എല്ലാവരും പോയിട്ട് ഇന്ന് നിയമം പഠിക്കൊന്നും വേണ്ട, അത് പഠിച്ച ആരെങ്കിലും ഒക്കെ ടീമിലുണ്ടോ അവരെ കാണിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഞാൻ ടീമിനോട് അതാ പറയും, നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു വെറുതെ അത് പഠിക്കാൻ കുറെ സമയം കളയണ്ട, ബിസിനസ് ചെയ്താൽ മതി. അതേപോലെ ചില ആൾക്കാർ എന്നോട് ചോദിക്കും, പ്രൊഡക്റ്റിന്റെ കാര്യം ചോദിക്കും. ഞാൻ പറയും, ബാമനെ പറയും, എന്താ പ്രൊഡക്റ്റ്, എന്താ പ്രശ്നം. നമുക്ക് കോൺഫിഡന്റോട് കൂടി പറയാൻ പറ്റും. ഒരാഴ്ച പോലും മുടങ്ങാത്ത വരുമാനം കൊടുക്കുന്ന കമ്പനിയാണെന്നുള്ളതൊക്കെ മനസ്സിലായി സീരിയസ് ആയിട്ട് തിരിച്ച് നാട്ടിലേക്ക് വന്നു. അന്ന് 6 പേരുടെ നിന്ന് കടം വാങ്ങിച്ചു. വെല്ലുമ്മക്ക് പെൻഷൻ കിട്ടിയ പൈസ വരെ വാങ്ങിച്ചിട്ട് കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഞാനുണ്ട്. അങ്ങനെ ഒരു 12,000 രൂപന്റെ പ്രൊഡക്റ്റ് എടുത്തു. അന്ന് വളരെ സീരിയസ് ആയിട്ട് ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി. ഒരൊറ്റ ട്രെയിനിങ് മിസ്സാക്കാറില്ല.
ഞാൻ എനിക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരൊറ്റ ക്വാളിറ്റി ബിസിനസ്സിൽ ഞാൻ ട്രെയിനിങ് മിസ്സാക്കാറില്ല. ഒരു ട്രെയിനിങ് മിസ്സാക്കൂല, ഒരൊറ്റ മീറ്റിംഗ്. ഇന്ന് അറ്റൻഡ് ചെയ്ത അതേ മീറ്റിംഗ് നാളെ വേറൊരു സ്ഥലത്തുണ്ടെങ്കിൽ അതേ ലീഡറിന്റെ അതേ ക്ലാസ് കേൾക്കാൻ വീണ്ടും പോകും. കാരണം എനിക്കറിയാം എന്റെ ഇപ്പോഴുള്ള അറിവും കഴിവും വെച്ചിട്ട് എനിക്ക് 2,10,000 കിട്ടില്ല. അങ്ങനെയാണ് എനിക്ക് ഇവിടെ പോയാലും കിട്ടണമല്ലോ. ഇവിടുന്ന് കിട്ടണമെങ്കിൽ ഇവിടുത്തെ അറിവുണ്ടാക്കണം. ഏത് മേഖലയിൽ അഗ്രഗണ്യനാവണോ ആ മേഖലയിൽ അറിവുണ്ടാക്കിയേ പറ്റൂ. അങ്ങനെ ട്രെയിനിങ്ങിനും മീറ്റിങ്ങിനും പങ്കെടുത്ത് കാര്യങ്ങൾ പഠിച്ചെടുത്തു. മെല്ലെ ഒരു 600 രൂപയ്ക്ക് ആദ്യം വരുമാനം വന്നു. പിന്നീട് മെല്ലെ റാങ്ക് ഒക്കെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു കുറച്ച് പേർക്ക് ബിസിനസ് കൊടുത്തപ്പോൾ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്തില്ല. തുടക്കത്തിൽ വലിയ രീതിയിലുള്ള റിജക്ഷൻ ഉണ്ടായിരുന്നു. നോ 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 കാരണം എനിക്ക് മനസ്സിലായത് വേറെ ആർക്കും മനസ്സിലായിട്ടില്ല. ഒരു 16 പേരോട് ഞാൻ അടുത്തൊരു പൊട്ടത്തരം ഒറ്റക്കന്നെ പോയിട്ട് 16 ആളോട് പറഞ്ഞു. 16 പേര് നെഗറ്റീവായി. അതോടുകൂടി ഞാൻ എന്റെ ലീഡറിനെ കൂട്ടിയിട്ട് മാത്രമേ പിന്നെ എവിടെയും പോക്കുള്ളൂ. അങ്ങനെ ഒരു 7 പേര് സ്റ്റാർട്ട് ചെയ്ത് അൽഹംദുലില്ലാഹ് 8,476. ഇന്നലെ ഒരു GTSന്റെ സമയത്ത് ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ 8,476ഓളം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉള്ള വലിയൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി ഈ ഒരു സമയം കൊണ്ട് പറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 12,000 രൂപക്ക് തുടങ്ങിയ ബിസിനസ്സാണ്. പക്ഷേ ഇന്ന് അൽഹംദുലില്ലാഹ് ദൈവാനുഗ്രഹം കൊണ്ട് എന്നെ പോലെ തന്നെ അതിശക്തരായിട്ടുള്ള എന്നേക്കാൾ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉള്ള ആൾക്കാർ കൂടെ വന്നപ്പോൾ ഏകദേശം 10 കോടിക്ക് മുകളിൽ ടേൺ ഓവർ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു മാസത്തെ ടേൺ ഓവർ തന്നെ 1 കോടിക്ക് മുകളിലാണ്. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അത്രയും വലിയ രീതിയിൽ ഒരു ഷോപ്പില്ല, പണിക്കാരില്ല, ശമ്പളം കൊടുക്കേണ്ട വാടകയില്ല, കറണ്ട് ബില്ലില്ല, ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരു ബിസിനസ് വഴി ഇത്രയും ലക്ഷങ്ങളുടെയും കോടികളുടെയും സെയിൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറി. അതേപോലെ തന്നെ ചെറിയൊരു വരുമാനത്തിൽ നിന്ന് തുടങ്ങിയതാണ്. പിന്നെ അത് മെല്ലെ ആഴ്ചയിൽ 5,000, 10,000, 50,000, 1,00,000 ഒക്കെ ആക്കി ആഴ്ചയിൽ 2,10,000. 23 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ ആഴ്ചയിൽ 2,10,000 എന്നുള്ള വരുമാനം വാങ്ങിച്ചു. ഇന്ന് കൂടെ വന്ന 4 പേർക്ക് അങ്ങനെയുള്ള ആഴ്ചയിൽ 2,10,000 വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റി. കഴിഞ്ഞ മന്ത് എൻഡിന്റെ വീക്കിൽ എന്റെ ടീമിൽ 2 പേര് സീലിംഗ് അച്ചീവേഴ്സ് ആയിരുന്നു. ഈ ആഴ്ച എന്റെ ടീമിൽ ഒരു വ്യക്തി സീലിംഗ് അച്ചീവർ ആണ്. എന്റെ ടീമിലെ 5ാമത്തെ സീലിംഗ് അച്ചീവർ. ഞാനടക്കം 6 സീലിംഗ് അച്ചീവേഴ്സ് ഈ ആഴ്ചയോട് കൂടി എന്റെ ടീമിൽ കംപ്ലീറ്റ് ആവുകയാണ്. അതേപോലെ തന്നെ നിരവധി ആൾക്കാർക്ക് 500 രൂപ മുതൽ 2,10,000 വരെയുള്ള നിരവധി ഇൻകങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു കാരണമായി മാറാൻ വേണ്ടി പറ്റി. അതേപോലെ തന്നെ സ്വന്തമായിട്ട് ഒരു ചെറിയൊരു FZ 2 വീലറിലായിരുന്നു തുടങ്ങിയത്. അത് 63,000 കിലോമീറ്ററോളം ഓടിച്ചു. 23 വയസ്സും 10 ദിവസം മാത്രം പ്രായമുള്ള സമയമാകുമ്പോഴത്തേക്ക് എന്റെ കുടുംബത്തിലെ ഈ ഏജിൽ ആദ്യത്തെ ഇത്രയും വലിയൊരു വണ്ടി വാങ്ങിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഒരു ഹ്യുണ്ടായിന്റെ വെന്യൂ കാർ വാങ്ങിക്കാൻ വേണ്ടി പറ്റി. വേറെ ആർക്കും ഇല്ല എന്റെ കുടുംബത്തിൽ. കുറെ ആൾക്കാർ എതിർത്ത ഒരു മേഖലയായിരുന്നു, പക്ഷെ സീരിയസ് ആയിട്ട് ചെയ്തു, മാറി ചിന്തിച്ചു. ഇന്നിപ്പോ 1,00,000 കിലോമീറ്ററോളം ആ കാർ ഓടിക്കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇപ്പൊ അടുത്തൊരു വണ്ടി ഇങ്ങനെ കൂടുതൽ യാത്രയിലാണ്. ഇപ്പൊ ഫുൾ ടൈം റോഡിലാണ്, ഫുൾ ടൈം യാത്രയിലാണ്. മെച്ചപ്പെട്ട ഒരു വണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് 2025 ഒരു 40-50 ലക്ഷം വിലയുള്ള മറ്റൊരു കാർ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതേപോലെ തന്നെ ഇപ്പൊ ഒരു വർഷമായി നിക്കാഹൊക്കെ കഴിഞ്ഞു. അടുത്ത 1-2 മാസങ്ങൾക്കുള്ളിൽ ഒരു റിസപ്ഷൻ, കല്യാണ പരിപാടികൾ നടത്താൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നു. അതേപോലെ ഗാഡ്ജറ്റ്സുകൾ ചെറുതും വലുതുമായിട്ടുള്ള പല കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തു. തുടക്കത്തിൽ ഒരു പേന വാങ്ങിച്ചിട്ടാണ് ബിസിനസ് തുടങ്ങിയത്. ഒരു 250 രൂപന്റെ പാർക്കർ പെൻ, അതിന്റെ ടിക്കറ്റ്. ഒരു 999 ബാഗ് വാങ്ങി, അതിന്റെ ടിക്കറ്റ്. പിന്നെ ഒരു ഷൂസ് വാങ്ങി, ടിക്കറ്റ്. ഓരോന്ന് ലക്ഷ്യം എഴുതി വെച്ച് ടിക്കറ്റും, പിന്നെ എഴുതി വെച്ച കാറും ബൈക്കും ഐഫോണും ആപ്പിളിന്റെ ലാപ്ടോപ്പും, പിന്നെ വീട്ടിലുള്ള കുറെ കാര്യങ്ങൾ ഓരോന്ന് ടിക്കറ്റ് ഇടാൻ തുടങ്ങി. അങ്ങനെ ടീമൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റി. ഇതൊന്നും അജ്നാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കഴിവല്ല. ഇത് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗിന്റെയും ഈ സിസ്റ്റത്തിന്റെയും പ്രത്യേകതയാണ്. ഇതിൽ ആര് വന്ന് നിന്നാലും ഇത് തന്നെയാണ് സംഭവിക്കുക. ഇതിൽ അടിയുറച്ച് വിശ്വസിച്ച് ലീഡേഴ്സിന്റെ കൂടെ നിന്ന് സംഭവിക്കുന്ന കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അജ്നാസിന്റെ കഴിവല്ല. അജ്നാസിന് കഴിവുണ്ടായിരുന്നെങ്കിൽ തുടക്കത്തിലെ സംസാരിക്കാൻ അറിയണമായിരുന്നു, അതറിയില്ലായിരുന്നു. ആൾക്കാരോട് ഇടപഴകാൻ അറിയില്ലായിരുന്നു, ഒന്നും അറിയില്ലായിരുന്നു. ഈ ബിസിനസ് ചെയ്യാൻ, പ്രോഡക്റ്റ് വിൽക്കാൻ അറിയില്ലായിരുന്നു. വിൽക്കുന്നത് മോശമാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിന്തിച്ചാൽ പോലെ എന്റെ കഴിവ് കൊണ്ടല്ല ഇത് നടക്കുന്നത്, സിസ്റ്റത്തിന്റെ പ്രത്യേകതയാണ്. ഇതിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കഴിവൊന്നും വേണമെന്നില്ല. ചങ്കൂറ്റവും പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സും വരുമാനത്തിനുള്ള ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ ഏതൊരാൾക്കും വിജയിക്കാൻ വേണ്ടി പറ്റും. ഇനിയും കുറേ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എനിക്കുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് രാവും പകലും ഇല്ലാതെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നു. പ്രവർത്തിക്കാതെ ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. വെറുതെ നിന്ന് പൈസയാക്കുന്ന പരിപാടിയല്ല മൈ ലൈഫ് സ്റ്റൈൽ. അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ, നാട്ടുകാർ മെയിൻ പറയുന്ന കാര്യമാണ്, അത് തെറ്റാണ്. ഇത് പ്രവർത്തിച്ചാൽ വരുമാനം കിട്ടുന്ന മേഖലയാണ്, പ്രവർത്തിച്ചാൽ മാത്രം വരുമാനം കിട്ടുന്ന മേഖലയാണ്. പക്ഷെ ലോകത്ത് മറ്റൊരു സ്ഥലത്തും പ്രവർത്തിച്ചാൽ ഇത്രയും വരുമാനം കിട്ടില്ല. ഇവിടെ പ്രവർത്തിച്ചാൽ ഇത്രയും വരുമാനം കിട്ടും. പിന്നെ നമുക്ക് പാസീവായിട്ടുള്ള ഇൻകം വാങ്ങിച്ചെടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വരുമാനം കിട്ടുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നേരെ മറിച്ച് ഗൾഫിലൊക്കെ ആണെങ്കിൽ 20 വർഷമൊക്കെ പണിയെടുത്ത ആളായിരിക്കും, 2 മാസം ലീവിന് വരുമ്പോൾ കടമായിരിക്കും. കാരണം അപ്പോൾ വരുമാനം ഉണ്ടാവില്ല. ഈ ബിസിനസ് നിങ്ങൾ ഒരു 1-2 വർഷം ഒരു ടീം സെറ്റ് ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കും, ഒരാഴ്ച മുടങ്ങാത്ത വരുമാനം കിട്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3.5 വർഷത്തോളമായിട്ട് ഒരാഴ്ച പോലും ഞാൻ വരുമാനം മുടക്കിയിട്ടില്ല. ഒരാഴ്ച പോലും, എല്ലാ ആഴ്ചയും വരുമാനം വാങ്ങിക്കാറുണ്ട്. ഇപ്പോ
കഴിഞ്ഞ 14 മാസമായിട്ട് തുടർച്ചയായിട്ട് പെർഫോമൻസ് ബോണസ് പോലുള്ള ബോണസ് വരെ അടിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോ ഈ മാസം ബോണസ് ഓൾറെഡി ഫസ്റ്റ് വീക്കിൽ കംപ്ലീറ്റ് ആകുമ്പോഴേക്ക് അടിച്ചു കഴിഞ്ഞു. ഇങ്ങനെ എല്ലാ മാസവും അത് അടിക്കാൻ നിരവധി ആൾക്കാർക്ക് അടുപ്പിച്ചു കൊടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ കാർ എടുത്തത് മാത്രമല്ല, എന്റെ കൂടെ 6 പേര് ഇന്ന് കാർ അച്ചീവേഴ്സ് ആണ്. 70ഓളം പേര് ഇന്ന് ലേഡീസും ജെന്റ്സും ഒക്കെ ആയിട്ട് 70ഓളം പേര് 2 വീലേഴ്സ് അച്ചീവ് ചെയ്തിരിക്കുന്നു. പക്ഷെ അത് ഇനിയും കുറേ അധികം ഉയരങ്ങളിലേക്ക് പോകാനുണ്ട്. അതിന് മൈ ലൈഫ് സ്റ്റൈൽ പോലുള്ള ഒരു പ്ലാറ്റ്ഫോം തന്ന ഈ കമ്പനിക്ക് ഞാൻ അങ്ങേയറ്റം കമ്പനിക്ക് മാനേജ്മെന്റിന് നന്ദി അറിയിക്കുന്നു. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത എന്റെ എല്ലാ ലീഡേഴ്സിനും, എന്റെ കൂടെ നിന്ന് എന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും, അതേപോലെ തന്നെ ഈ ഒരു ബിസിനസ് ഇപ്പൊ നമ്മൾ ഒരു ടീം അല്ല എങ്കിലും ഈ ഒരു ബിസിനസിന്റെ എല്ലാ ഏരിയകളിലും നല്ല റീച്ച് ഉണ്ടാക്കിയ ഈ ബിസിനസ് ചെയ്യുന്ന എല്ലാ നല്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഒരാള് മറ്റൊരു ജില്ലയിൽ മറ്റൊരു ടീമിൽ അവിടെ വിജയിച്ചാൽ അയാളെ കാണിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ബിസിനസ് ചെയ്യാം, അല്ലെ? ഉറപ്പല്ലേ? അപ്പൊ എല്ലാവരും നമ്മൾ ഒരു ഫാമിലി ആയിട്ടാണ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സപ്പോർട്ടിങ് കിട്ടിയ എല്ലാവർക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ നന്ദി അറിയിക്കാണ്. അതേപോലെ തന്നെ എന്റെ വീട്ടുകാരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അവരോട് നന്ദി അറിയിക്കുന്നു. എല്ലാത്തിലുപരി സർവശക്തനായ ദൈവം ഇത്തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് എന്നെ സെലക്ട് ചെയ്തതിന് ഏറ്റവും കൂടുതൽ അൽഹംദുലില്ലാഹ് പറയുന്നു. അതേപോലെ തന്നെ പറയേണ്ട ഒരാൾക്കാരാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ കളിയാക്കി, നാണം കെടുത്തി, കുറ്റപ്പെടുത്തി, നടക്കൂല, നീ വിജയിക്കൂല എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങേയറ്റം തളർത്താൻ ശ്രമിച്ച കുറെ നെഗറ്റീവ് വോളികളുണ്ട്. അവരെയും ഈ ഒരു അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുന്നു. കാരണം അവരുള്ളത് കൊണ്ടാണ് നമ്മൾ പണിയെടുത്തത്. ബാക്കി എല്ലാവരും മോട്ടിവേഷൻ ചെയ്യുമ്പോൾ ഈ പുറകുന്ന് നമ്മൾ തോക്കുന്നത് കാത്തു നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്ക് കാണിച്ചു കൊടുക്കണം എന്നുള്ളതിലാണ് നമ്മൾ നന്നായിട്ട് പണിയെടുത്തത്. അങ്ങനെ നിങ്ങൾക്കും കുറെ പേര് ഉണ്ടാവുമെന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ ഉണ്ടാവാൻ വേണ്ടി ഞാൻ ദുആ ചെയ്യാം, പ്രാർത്ഥിക്കാം. നിങ്ങൾക്കും കുറെ കുറ്റം പറയുന്ന ആൾ ഉണ്ടാവട്ടെ, എന്നാലേ വേഗം വളരാൻ വേണ്ടി പറ്റും. അപ്പോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾ ഇന്നിപ്പോ ഈ ഒരു കാലഘട്ടത്തിൽ ചെയ്യാൻ, ഇന്ത്യയിൽ ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ ഇതിനേക്കാൾ മികച്ചൊരു അവസരമില്ല. ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. സീരിയസ് ആയി ഏറ്റെടുക്കുക, ശക്തമായിട്ട് ചെയ്യുക, ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എഴുതി വെക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ എഴുതി വെക്കുക, സ്വപ്നത്തിന്റെ പുറകിൽ പ്രവർത്തിക്കുക. 21 വയസ്സുള്ള, ഒന്നും അറിയാത്ത, ഒരു ജോലി മുന്നേ ചെയ്തിട്ടില്ലാത്ത, വരുമാനം ഉണ്ടാക്കിയിട്ടില്ലാത്ത ഒരു ചെറിയ കുട്ടിക്ക്, ഒരു ചെറിയ ചെക്കന് ഈ ബിസിനസ് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ജീവിത പരിചയവും അതേപോലെ തന്നെ കുറെ അധികം ബന്ധങ്ങളും നാട്ടില് പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് പരിചയക്കാരൊക്കെ ഉള്ള നിങ്ങൾക്ക് എന്നേക്കാൾ വേഗത്തിൽ എന്നേക്കാൾ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഉറപ്പായിട്ടും പറ്റും. ഞാൻ ഈ ബിസിനസ്സിലെ ഒരു ഫാസ്റ്റ് അച്ചീവർ ഒന്നുമല്ല, ഒരു സാധാരണ ചെറിയൊരു അച്ചീവർ ആണ്. എത്രയോ ഉയരങ്ങളിലേക്ക് പോകാനുണ്ട്. നിങ്ങൾക്കൊക്കെ അങ്ങനെ എല്ലാ ഉയരങ്ങളിലേക്ക് പോകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഇൻഷാ അല്ലാഹ് ദൈവം ആയുസ്സും ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ ഈ ബിസിനസ്സിലെ മൈ ലൈഫ് സ്റ്റൈൽ എന്നല്ല, ഡയറക്ട് സെല്ലിംഗിലെ ലോകത്തെ എണ്ണം പറയുന്ന